Sunlight fell, it reminded me that life can be so gracious sometimes. And I felt like everything around me was connected somehow. At night I hear the rhythm of the ocean as it breaks on the shore. And I think about all the things that I am grateful for. And they say, hold on to the ones you love, keep them close to you. And they say, hold on to this time we have, and let the light shine through. Sometimes I get a little bit emotional when I see love unfold. Two hearts bound by reflections of the memories they'll forever hold. And they say, hold on to the ones you love, keep them close to you. They say, hold on to this time we have, and let the light shine through. They say, hold on to the ones you love, keep them close to you. And they say, hold on to this time we have, and let the light shine through. Sit alive. Do you feel small? Do you feel paralyzed? A product of the things you've analyzed. Criticized to bear the weight of all you've realized. Beneath it
സർവനന്മകൾക്കായി ഞാൻ എന്നോടുള്ള സർവനന്മകൾക്കായി ഞാൻ എന്തു ചെയ്യേണ്ടു നിനക്കേശുപരായി ഇപ്പോഴെന്തും ചെയ്യേണ്ടു നിനക്കേശുപരായി ദൈവം ഒരുക്കി തന്നിരിക്കുന്ന വിലപ്പെട്ട സമയത്ത് സ്തോത്രം കഴിഞ്ഞകാലം മുഴുവനും ദൈവത്തെ ചിരങ്ങളിലേക്ക് പ്രിയമങ്ങളെ മറച്ചേക്കാൻ സ്തോത്രം മാതാവിന്റെ ഉദരത്തിൽ ഉരുവാകുന്നേ കണ്ടവനായി ദൈവം ഉരുവാകിയ സമയം തൊട്ട് ഇന്നീ വരെയും ഒவ்வொரு നാളും ഒவ்வொரு സമയത്തിൽ അതുണ്ടായ സമയത്തിൽ ആവശ്യമായതെല്ലാം പിതാവും ദൈവവും കർത്താവുമായിരുന്നു മാതാവായിരുന്നു എല്ലാമായിരുന്നു നൽകിയവനാകിയ സ്തോത്രം ഐശ്വര്യ ജീവിതത്തിലെ ദൈവ സകലത്തിന് മതിയായനായിരുന്ന സ്തോത്രം വേണ്ടതായ വിദ്യാഭ്യാസങ്ങൾ ആവശ്യമായ നന്മകളെല്ലാം ദൈവം ദാനം ചെയ്തേക്കാ സ്തോത്രം ഈ മഹത്തായ രക്ഷകർത്തായ യേശുക്രിസ്തുവിന്റെ വിശ്വാസം രക്ഷയും അവന്റെ കൽപ്പനയാകണം ജലസ്ഥാനം എടുക്കാനൊക്കെ തക്കവണ്ണ ദൈവം കൃപ ചെയ്തേക്കാ സ്തോത്രം കാത്തിരുന്ന് പരിശുദ്ധാത്മ പ്രാപിപ്പാൻ കൃപ ചെയ്തേക്കാ സ്തോത്രം നിത്യജീവനുള്ളവരുവാനോണ്ട് മാംസത്തിൽ രക്തത്തിൽ ഭക്ഷിപ്പാനും പാനം ചെയ്യുവാനല്ല തന്നെ തന്നെ ശുദ്ധീകരിപ്പാനും ഒരുക്കാനെല്ലാം കൃപ ചെയ്തേക്കാ സ്തോത്രം ഈ ലോക ജീവിത താൽക്കാലിക ക്ഷണികണം വീണ്ടും വരുന്ന കർത്താവ് എതിരേൽക്കുന്നതായ ഒരു പുനർത്താന്ന ഉണ്ടുന്നതായ ദൈവിക പ്രത്യാശയോട് ജീവിപ്പാനും ദൈവം നൽകിയിരിക്കുന്ന പ്രത്യാശയ്ക്ക് സ്തോത്രം തുറന്നുള്ള ജീവിതത്തിൽ ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന എല്ലാ നല്ല ദാനങ്ങൾക്ക് സ്തോത്രം നിലയിലേക്ക് വളർത്തിയെടുക്കാൻ മാതാപിതാക്കളെ ദൈവം അവർക്ക് ആയുസ്സദന്ത ആരോഗ്യം കുഞ്ഞിന് ആവശ്യമായതെല്ലാം ഒരുക്കാൻ അവരെയും ദൈവം ശക്തീകരിച്ചേക്കാ സ്തോത്രം മകളുടെ ജീവിത നന്മ കണ്ട് ദൈവ മഹത്വം കൊടുക്കാൻ ബന്ധുമിത്രാദികൾ അയൽക്കാർ ചുറ്റും എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അവർക്കായി വൈദ്യുതിക്ക് വേണ്ടി ദാനിച്ചതേക്കാ സ്തോത്രം മകളുടെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാ പ്രിയപ്പെട്ടവരും ദൈവസഭയാർക്കായി സ്തോത്രം എല്ലാ സമയത്ത് കടന്നു വരുവാനെല്ലാം ദൈവം സഹായിക്കണ സ്തോത്രം ദൈവനാമത്തിൽ ഇപ്പോൾ മഹത്വപ്പെട്ടിരിക്കുന്നു തുടർന്ന് ദൈവനാമം തന്നെ മഹത്വപ്പെടുന്ന സ്തോത്രം സ്നേഹിക്കുന്ന സത്യപിതാവേ സ്തോത്രം കർത്താവേ വേണ്ട ഗുണത്തിൽ കടന്നു കർത്താവ് ഹൃദയത്തെ മഹത്വപ്പെടുത്താൻ ദൈവകൃപനായ സ്തോത്രം കർത്താവ് കഴിഞ്ഞ ആളെല്ലാം കർത്താവ് കൈപിടി പോലെ കാത്തു സൂക്ഷിച്ചനായ സ്തോത്രം നേരിടാവുന്ന ആപത്ത് അനർത്ഥങ്ങൾ അനിഷ്ട സംഭവമെല്ലാം ഒടിച്ച് കാത്തു സൂക്ഷിച്ചനായ സ്തോത്രം കർത്താവ് വിശ്വമോൾക്കായി പ്രാർത്ഥിക്കുന്ന കർത്താവ് സ്തോത്രം അവരുടെ ആ കാര്യങ്ങളെല്ലാം ദൈവം തന്നെ പാരമേറ്റെടുക്കേണ്ടനായി അപേക്ഷിക്കുന്ന കർത്താവ് സ്തോത്രം ആരെല്ലാം വരാൻ ആഗ്രഹിക്കുന്ന എല്ലാ തടസ്സങ്ങളെല്ലാം ദൈവം അകരണ വഴിവാഹനങ്ങളെല്ലാം കൊടിക്കണേ ആപത്തോ അനർത്ഥങ്ങളോ അനിഷ്ട സംഭവങ്ങൾ യാതൊന്നും ഉണ്ടാകുകയും ഭദ്രമായിട്ട് കാത്തു സൂക്ഷിക്കണേ സഹായം വരുന്നു പർവ്വതങ്ങളിലേക്ക് ഞാൻ എൻ്റെ കണ്ണുകളിൽ ഉയർത്തുന്നുണ്ട് വല്ല പ്രകാരം കർത്താവെ സഹായം വരുന്നു പർവ്വതങ്ങളിലേക്ക് കണ്ണുയർത്തുവാൻ ദൈവോടുള്ള കൃപയെല്ലാം പകരനായി അപേക്ഷിക്കുന്നു
ആവേശിക്കുന്ന കർത്താവേ സ്തോത്രം കർത്താവേ കർത്താവേ സ്തോത്രം കർത്താവേ മണവാട്ടിയായ ജീവിപ്പാനോട് നിടയക്കണനായി അപേക്ഷനായി ഒരുക്കണേ കർത്താവേ സ്തോത്രം അനുഗ്രഹിക്കപ്പെട്ട ഗുണമായി കാണപ്പെടുന്ന ദൈവം സഹായിക്കണനായി അപേക്ഷിക്കുന്ന നിൽക്കുന്നവരെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണേ. അവരുടെ ആവശ്യങ്ങളെല്ലാം നിറവേറിയ ഭവനത്തിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കണേ. ആത്മീയമായിട്ട് ഭൗമികമായിട്ട് എല്ലാം നന്മകളാലും അനുഗ്രഹിക്കുന്ന സ്വന്തക്കാർ ബന്ധുത്തര ചർച്ചക്കാരെല്ലാവരെയും കൃപയിൽ കാത്തുകൊണ്ടായി അപേക്ഷിക്കുന്ന കർത്താവേ സ്തോത്രം ഞങ്ങൾ കണ്ടുവന്ന് പ്രാർത്ഥിച്ച നിങ്ങൾക്ക് ഭവനത്തിന് ഏറ്റവും അനുഗ്രഹം സന്തോഷമാക്കി തീർക്കും. സകലോന്തർക്കരം കേൾപ്പിച്ച് കർത്താവിന്റെ മുഖത്തുള്ള വരവിനായി ഒരുക്കും. യേശു നാം തന്നെ ദൈവത്തിന്റെ കരങ്ങൾ വഹിച്ചു മറച്ചെല്ലായി ഇപ്പോഴും അങ്ങനെ കത്തിലേക്ക് തരണം. ഇതുവരെ ദൈവമാണല്ലോ പൈതലെല്ലാം എല്ലാമായി തുറന്ന് അങ്ങനെ തന്നെ സഹായിക്കും. ഭാവി ജീവിതം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവത്താൽ നടത്തപ്പെടുവാൻ തക്ക വേണ്ടിയാക്കി തീർക്കണം. ഭാവിയെ ഭക്തിയുള്ള മാതാപിതാക്കളുടെ കുടുംബത്തിൽ ജനിപ്പാണ്. ഭാവിയെ ദൈവഭക്തിയിൽ വളരുവാൻ ഇതുവരെ ദൈവം സഹായിക്കും. തുറന്നുള്ള ജീവിതത്തിൽ ആവശ്യമായ കൃപയും ദൈവശക്തി ദൈവിക ജ്ഞാനം ദൈവിക എല്ലാ സമൃദ്ധി ഐശ്വര്യമായി തന്നെ പ്രാർത്ഥിക്കുന്നു. മകളുടെ എല്ലാവിധമായ നന്മയ്ക്ക് സമാധാനത്തിനായി പ്രാർത്ഥിച്ച് കൂടിയ എല്ലാവരും ഉണ്ട്. എല്ലാവരും പേര് വരെ അനുഗ്രഹിക്കും. ഞങ്ങളുടെ നാമത്തെ നീരേ മഹത്വം തിരുക്കരങ്ങളെ ഞങ്ങൾ എല്ലാവരെയും സമർപ്പിക്കുന്നു. നടക്കരുക ഭാഗ ശുശ്രൂഷ നീരെ ഭാരം വെച്ച് നടത്തി മഹത്വം അംഗീകരിക്കുക. യേശുവിൻ നാമത്തിൽ ആമേൻ. സോദരാം I've seen the stars on the ocean, and fields of grass beneath the blue. I've heard the songs of summer singing, like a humming hymn of June. There's always something around the corner, something more to be found. I'm sure the coast of California are beautiful right now, and New York sky shines so bright. But to tell you the truth, honey, I just wanna come home to you. Somewhere far the birds are flying, someplace there on feathered wings. 100 worlds I could get lost in. നീക്കിയ പോലവേ ചെന്നകുറവുകൾ നീക്കിയ പോലവേ വരികയിൽ നേരമീതിൽ നസറായൻ യേശുവേ വരികയിൽ നേരമീതിൽ ആദാം ഹവ്വമാരെ ആദിയിലെന്ന പോൽ ആദാം ഹവ്വമാരെ ആദിയിലെന്ന പോൽ ഈ ദമ്പതിമാരി മോദമായി ചേർക്കുവാൻ ഈ ദമ്പതിമാരി മോദമായി ചേർക്കുവാൻ വരിക ഇന്നേരമീതിൽ നസറായൻ യേശുവേ വരിക ഇന്നേരമീതിൽ മംഗളം 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 എന്നോമേ മംഗളം 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 എന്നോമേ എങ്ങൾ മണ
മണവാളൻ ശ്രീയേശുനാഥേ എങ്ങൾ മണവാളൻ ശ്രീയേശുനാഥേ വരിക ഇന്നേരമീതിൽ നസറായനേശുവേ വരിക ഇന്നേരമീതിൽ. നമ്മളെല്ലാവരും ചെന്ന് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. ഈ മനോഹരമായ അനുഗ്രഹിക്കപ്പെട്ടതായ ദിവസത്തിനും ഈ പ്രത്യേക സമയത്തിനുമായി സ്തോത്രം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. ഇങ്ങനെ ഒരു വിവാഹ ശുശ്രൂഷയ്ക്കായി ദൈവം നമ്മെ എല്ലാവരെയും ഈ ആലയത്തിൽ കൂട്ടി വരുന്നതിനായി സ്തോത്രം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ദൈവം സകലവും അതിൻ്റെ സമയത്ത് ഭംഗിയായി ചെയ്യുന്ന ദൈവമായ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. വിഭാഗത്തിൽ മണവാളനായി കടന്നു വന്നിരിക്കുന്നതായ ആശിഷനായി സ്തോത്രം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം സ്തോത്രം സ്തോത്രം. ജീവിതത്തിൻ്റെ തുടക്കം മുതൽ ജനനം മുതൽ ഇന്നാൾ വരെയും ദൈവത്തിൻ്റെ കരുണയും കൃപയും ദൈവം പരിപാലിച്ച് അത്രത്തോളം ദൈവം വഴി നടത്തി അനുഗ്രഹിച്ചല്ലോ. അതിനായി സ്തോത്രം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം സ്തോത്രം സ്തോത്രം. മണവാട്ടി നിസിമോൾക്കായി സ്തോത്രം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം സ്തോത്രം സ്തോത്രം. ജനനം മുതൽ ഇന്നാൾ വരെയും ദൈവത്തിൻ്റെ സഹായമുള്ള കാര്യം കൊടുത്ത് അനുഗ്രഹിച്ച് ഇത്രത്തോളം ദൈവം നടത്തിയതിനായി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. ഇവർ രണ്ടുപേരും ഇന്ന് വിവാഹത്തിനായി തിരുന്ന ദൈവീതമാണ്. ആകിയാൽ ഇന്ന് ഇത്രത്തോളം കാര്യങ്ങളെല്ലാം ഒരുക്കി ദൈവത്തിൻ്റെ ആലയത്തിൽ കൂടി ദൈവം സഹായിച്ചതിനായി സ്തോത്രം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം 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 സ്തോത്രം. നമ്മുടെ കർത്താവ് സ്വർഗസ്വനായ ദൈവം തന്നെ സ്വർഗത്തിൽ ഇറങ്ങി വന്ന് ഇവരെ രണ്ടുപേരെയും ഒന്നാക്കി തീർത്ത് ഒരു കുടുംബം സൃഷ്ടിക്കപ്പെടുവാനിടയാകണതിനായി സ്തോത്രം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം 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 സ്തോത്രം. ഈ വിഭാഗങ്ങൾക്ക് വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി കുടുംബങ്ങളിലെ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. ഇവിടെപ്പെടുന്ന ആൽബി ശുശ്രൂഷ കടന്നു വരുന്ന എല്ലാവർക്കും അനുഗ്രഹമായി മാറുവാൻ എല്ലാവർക്കും അനുഗ്രഹമായി ചുറ്റുവാനിടയാക്കുന്നതിനായി സ്തോത്രം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം സ്തോത്രം. പരിശുദ്ധ നിത്യമായ കർത്താവേ ഞങ്ങളെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. ഈ മനോഹരമായി അനുഗ്രഹിക്കപ്പെട്ടതായ സന്തോഷ സുദിനത്തിനായി സ്തോത്രം. കർത്താവേ ഇങ്ങനെ വിവാഹവേദിയിലേക്ക് അരികിലെ കൊണ്ടുവന്ന സ്തോത്രം. മണവാളനായി വന്നിരിക്കുന്ന ആശിഷനായ സ്തോത്രം. ജനനം മുതൽ ഇന്നാൾ വരെയും ദൈവത്തിന് ദൈവമുള്ള കരം താങ്ങി പരിപാലിച്ച് നടത്തിയതിനാണ് സ്തോത്രം. കർത്താവേ മണവാട്ടിയായ നിസിമോൾക്കായ സ്തോത്രം. ഇത്രത്തോളം ദൈവം അനുഗ്രഹിച്ചല്ലോ. ഇവരൊന്നായി തീരുന്നത് ദൈവമാകിയാൽ ഈ വിധമായ കാര്യങ്ങളെ ക്രമീകരിച്ച് ഇന്ന് ദൈവസ്ഥനിൽ കടന്നുവരിടയാക്കിയതിനാൽ സ്തോത്രം. ദൈവം തന്നെ സ്വർഗത്തിൽ ഇറങ്ങി വന്ന് ഇവരെ ഒന്നാക്കി തീർത്ത് ഒരു പുതിയ കുടുംബം സൃഷ്ടിക്കപ്പെട്ട ദൈവത്തിന് മഹത്വമായി മാറുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷകളെല്ലാം ദൈവഭാരപ്പെട്ടി നടത്തണമേ. ദൈവങ്ങൾ സമർപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും ഇരിക്കാം. 11 മണിയായി. അതുകൊണ്ട് വളരെ ചുരുക്കവും അത്യാവശ്യമായ നിലയിൽ മാത്രമാണ് നമ്മുടെ ശുശ്രൂഷ നടത്തപ്പെടുന്നത്. ഇരു സഭകളിലും വായിച്ചിട്ടുണ്ട്. എല്ലാവരും അറിഞ്ഞു കേട്ട് ക്ഷണം സ്വീകരിച്ച് ഇവിടെ വന്നിരിക്കുകയാണ്. എങ്കിലും പരസ്യമെന്ന സഭ വിശ്വാസിയും ഇടുക്കി ജില്ലയിൽ ഉടുമ്പൻചോല താലൂക്കിൽ ഇരട്ടിയാർ വില്ലേജിൽ ഇടിത്തൊപ്പ് പോസ്റ്റ് വീറ്റുക്കാനക്കരയിൽ വടിമോട്ടയിൽ വീട്ടിൽ ബ്രദർ ജിബു ജോസഫിൻ്റെയും ആലിസിൻ്റെയും മകനുമായ ആശിഷ് വിജയും ചേലച്ചോട് ദിവന്ന കുസുൻ സഭാംഗവും ഇടുക്കി ജില്ലയിൽ ഇടുക്കി താലൂക്കിൽ തേനമ്മാവിൽ വീട്ടിൽ ബ്രദർ ഉമ്മച്ചൻ്റെയും സിസ്റ്റർ ജാൻസിയുടെയും മകളുമായ നിസിമോളും തമ്മിലുള്ളതായ വിവാഹം ഇന്ന് നടത്തിപ്പാരാലും ദൈവത്താലും നിശ്ചയിക്കപ്പെട്ട അതിൻ്റെ എല്ലാവിധമായ ഒരുക്കത്തോടു കൂടെയാണ് നാം ഇവിടെ കടന്നു വന്നിരിക്കുന്നത്. ഈ വിവാഹത്തിനു വേണ്ടി സന്തോഷത്തോടും പൂർണ്ണസമ്മതത്തോടും വളരെ താല്പര്യത്തോടും ആഗ്രഹത്തോടും അനുഗ്രഹങ്ങൾ പ്രാപിക്കണമെന്ന ലക്ഷ്യത്തോടും കൂടിയാണ് എല്ലാവരും ഇവിടെ കടന്നു വന്നിരിക്കുന്നത്. പ്രാർത്ഥനയോടുകൂടെ ഇവരുടെ ഈ വിവാഹം നടത്തപ്പെടുവാൻ എല്ലാവരും പ്രാർത്ഥനയോടിരിക്കണമെന്ന് ഓർപ്പിക്കുകയാണ്. ഇവർ രണ്ടുപേരും പരസ്പര സമ്മതത്തോടും വിവാഹത്തിനായി തീരാം എന്നുള്ളതായ പരസ്പര സമ്മതത്തോടും വിവാഹ നിശ്ചയ കുറിയിൽ ഇരുവരും സൈൻ ചെയ്ത് ആ ഉറപ്പോടു കൂടിയാണ് ഇവിടെ കടന്നു വന്നിരിക്കുന്നത്. അതിൻ്റെ വെളിച്ചത്തിൽ
ശുശ്രൂഷയുടെ അടുത്ത ഭാഗം തുടരുകയാണ്. പാട്ടുകളി രണ്ടാമത്തെ പാട്ട്. സിയോൻ മണവാളൻ കന്തനായി വന്നിടുവാൻ കാലങ്ങളെത്ര കാത്തിടേണം. ആ നാളും നാഴികയും ഞാൻ നോക്കി, ആ നാളും നാഴികയും ഞാൻ നോക്കി. പാരം കൊതിച്ചിടുന്ന കൺകളി പാരിതിൽ, പാരം കൊതിച്ചിടുന്ന കൺകളി പാരിതിൽ ഹായെന്നു തീർന്നിടുമെന്നാശ, ഹായെന്നു തീർന്നിടുമെന്നാശ. സിയോൻ മണവാളൻ കാന്തനായി വന്നിടുവാൻ കാലങ്ങളെത്ര കാത്തിടേണം. ആ നാളും നാഴികയും ഞാൻ നോക്കി, ആ നാളും നാഴികയും ഞാൻ നോക്കി. 10,000ങ്ങളിലും പാവനായിടുന്നൻ സർവാംഗ സുന്ദരനാം കാന്ത. 10,000ങ്ങളിലും പാവനായിടുന്നൻ സർവാംഗ സുന്ദരനാം കാന്ത. നിൻ പ്രേമം എനിക്കു തന്നിടേണം, നിൻ പ്രേമം എനിക്കു തന്നിടേണം. നിത്യവും ചുംബിച്ചിടാം തങ്കത്തിരുമുഖത്തെ, നിത്യവും ചുംബിച്ചിടാം തങ്കത്തിരുമുഖത്തെ. ഭാഗ്യമെനിക്കു തന്നിടേണം, ഭാഗ്യമെനിക്കു തന്നിടേണം. സിയോൻ മണവാളൻ കാന്തനായി വന്നിടുവാൻ കാലങ്ങളെത്ര കാത്തിടേണം. ആ നാളും നാഴികയും ഞാൻ നോക്കി, ആ നാളും നാഴികയും ഞാൻ നോക്കി. നിൻ പ്രേമം കണ്ടതിന്മേൽ നിൻ പ്രേമമായതെല്ലാം നിൻ പേർക്കായി തന്നിടുവാനാശ. നിൻ പ്രേമം കണ്ടതിന്മേൽ എൻ പ്രേമമായതെല്ലാം നിൻ പേർക്കായി തന്നിടുവാനാശ. എനിക്കേറുന്നേ ഉള്ളമതിലെന്നും, എനിക്കേറുന്നേ ഉള്ളമതിലെന്നും. എൻ പേർക്കായി ജീവനിത്തം നിൻ പ്രാണൻ ത്രാണം ചെയ്തൻ, എൻ പേർക്കായി ജീവനിത്തം നിൻ പ്രാണൻ ത്രാണം ചെയ്തൻ. അൻപേരും പ്രാണനാഥനാം യേശു, അൻപേരും പ്രാണനാഥനാം യേശു. സിയോൻ മണവാളൻ കാന്തനായി വന്നിടുവാൻ കാലങ്ങളെത്ര കാത്തിടേണം. ആ നാളും നാഴികയും ഞാൻ നോക്കി, ആ നാളും നാഴികയും ഞാൻ നോക്കി. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 18-ാമത്തെ വാക്യം മുതൽ. അനന്തരം യഹോവയായ ദൈവം മനുഷ്യനേകനായിരിക്കുന്നത് നന്നല്ല, ഞാൻ അവന് തക്കതായ തുണ ഉണ്ടാക്കി കൊടുക്കുമെന്ന് അരുളി ചെയ്തു. യഹോവയായ ദൈവം ഭൂമിയിലെ സകല മൃഗങ്ങളെയും ആകാശത്തിലെ എല്ലാ പറവുകളെയും നിലത്ത് നിന്ന് നിർമ്മിച്ചിട്ട് മനുഷ്യൻ അവയ്ക്ക് എന്ത് പേരിടുമെന്ന് കാണുവാൻ അവൻ്റെ മുൻപിൽ വരുത്തി. സകല ജീവജന്തുക്കൾക്കും മനുഷ്യനിട്ടത് അവയ്ക്ക് പേരായി. മനുഷ്യൻ എല്ലാ കന്നുകാലികൾക്കും ആകാശത്തിലെ പറവകൾക്കും എല്ലാ കാട്ടുമൃഗങ്ങൾക്കും പേരിട്ടു. എങ്കിലും മനുഷ്യന് തക്കതായൊരു തുണ കണ്ടുകിട്ടിയില്ല. ആകയാൽ യഹോവയായ ദൈവം മനുഷ്യനൊരു ഗാഢനിദ്ര വരുത്തി. അവൻ ഉറങ്ങിയപ്പോൾ അവൻ്റെ വാരിയ എല്ലുകളിൽ ഒന്ന് എടുത്ത് അതിനു പകരം മാംസം പിടിപ്പിച്ചു. യഹോവയായ ദൈവം മനുഷ്യനിൽ നിന്നെടുത്ത വാരിയ എല്ലിനെ ഒരു സ്ത്രീയാക്കി അവളെ മനുഷ്യൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അപ്പോൾ മനുഷ്യൻ, ഇത് ഇപ്പോൾ എൻ്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും
എൻ്റെ മാംസത്തിൽ നിന്ന് മാംസവുമാകുന്നു. ഇവളെ നരനിൽ നിന്ന് എടുത്തിരിക്കുകയാൽ ഇവൾക്ക് നാരി എന്ന് പേരാകും എന്ന് പറഞ്ഞു. അതുകൊണ്ട് പുരുഷൻ അപ്പനെയും അമ്മയെയും വിട്ടുപിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും, അവർ ഏക ദേഹമായി തീരും. എഫെസ്യർക്ക് ലേഖനം 5-ാം അധ്യായം 22-ാമത്തെ വാക്യം. അത് ഭാര്യമാരെ കർത്താവിന് എന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുവിൻ. ക്രിസ്തു ശരീരത്തിൻ്റെ രക്ഷിതാവായി സഭയ്ക്ക് തലയാകുന്നത് പോലെ ഭർത്താവ് ഭാര്യയ്ക്ക് തലയാകുന്നു. എന്നാൽ സഭ ക്രിസ്തുവിന് കീഴടങ്ങിയിരിക്കുന്നത് പോലെ ഭാര്യമാരും ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴടങ്ങിയിരിക്കണം. ഭർത്താക്കന്മാരെ ക്രിസ്തുവും സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പിൻ. അവണ്ണം ഭർത്താക്കന്മാരും തങ്ങളുടെ ഭാര്യമാരെ സ്വന്തം ശരീരങ്ങളെ പോലെ സ്നേഹിക്കേണ്ടതാകുന്നു. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ താൻ സ്നേഹിക്കുന്നു. ആരും തൻ്റെ ജഡത്തെ ഒരു നാളും പകച്ചിട്ടില്ലല്ലോ. ക്രിസ്തുവും സഭയെ ചെയ്യുന്നത് പോലെ അതിനെ പോറ്റി പുലർത്തുകയത്രേ ചെയ്യുന്നത്. നാം അവൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളല്ലോ. അതുനിമിത്തം ഒരു മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും. ഈ മർമ്മം വലിയത്. ഞാൻ ക്രിസ്തുവിനെയും സഭയെയും ഉദ്ദേശിച്ചത്രേ പറയുന്നത്. എന്നാൽ നിങ്ങളും അങ്ങനെ തന്നെ ഓരോരുത്തൻ താൻ തൻ്റെ ഭാര്യയെ തന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഭാര്യയോ ഭർത്താവിനെ ഭയപ്പെടേണ്ടതാകും. 10-ാം അധ്യായം 1-ാം വാക്യം മുതൽ. ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിപ്പിൻ. അവരിൽ വല്ലവരും വചനം അനുസരിക്കാത്ത പക്ഷം ഭയത്തോടുകൂടിയ നിങ്ങളുടെ നിർമ്മലമായ നടപ്പ് കണ്ടറിഞ്ഞ് വചനം കൂടാതെ ഭാര്യമാരുടെ നടപ്പിനാൽ ചേർന്ന് വരുവാനിടയാകും. നിങ്ങളുടെ അലങ്കാരം തലമുടി പിന്നുന്നതും പൊന്നണിയുന്നതും വസ്ത്രം ധരിക്കുന്നതും ഇങ്ങനെ പുറമേ ഉള്ളതല്ല, സൗമ്യതയും സാവധാനതയുമുള്ള മനസ്സ് എന്ന അക്ഷയഭൂഷണമായ ഹൃദയത്തിൻ്റെ ഗൂഢമനുഷ്യൻ തന്നെയായിരിക്കണം. അത് ദൈവസന്നിധിയിൽ വിലയേറിയതാകുന്നു. ഇങ്ങനെയല്ലോ പണ്ട് ദൈവത്തിൽ പ്രത്യാശ വച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ തങ്ങളെ തന്നെ അലങ്കരിച്ച് ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരുന്നത്. അങ്ങനെ സാറ അബ്രഹാമിനെ യജമാനൻ എന്ന് വിളിച്ചനുസരിച്ചിരുന്നു. നന്മ ചെയ്ത് യാതൊരു ഭീഷണിയും പേടിക്കാതിരുന്നാൽ നിങ്ങൾ അവളുടെ മക്കൾ ആയിത്തീർന്നു. അങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരാതിരിക്കേണ്ടതിന് വിവേകത്തോടുകൂടെ ഭാര്യമാരോടുകൂടെ വസിച്ച് സ്ത്രീജനം ബലഹീനപാത്രമെന്നും അവർ ജീവൻ്റെ കൃപയ്ക്ക് കൂട്ടവകാശികൾ എന്ന് ഓർത്ത് അവർക്ക് ബഹുമാനം കൊടുപ്പിൻ. 7-ാം വാക്യം. നാം സന്തോഷിച്ച് ഉല്ലസിച്ച് മഹത്വം കൊടുക്കുക. കുഞ്ഞാടിൻ്റെ കല്യാണം വന്നുവല്ലോ, അവൻ്റെ കാന്തിയും തന്നെ താൻ ഒരുക്കിയിരിക്കുന്നു. അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു. ആ വിശേഷ വസ്ത്രം വിശുദ്ധന്മാരുടെ നീതി പ്രവർത്തികൾ തന്നെ. പിന്നെ അവൻ എന്നോട്, കുഞ്ഞാടിൻ്റെ കല്യാണ സദ്യയ്ക്ക് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ എന്ന് എഴുതുക എന്ന് പറഞ്ഞു. ഇത് ദൈവത്തിൻ്റെ സത്യവചനം എന്നും എന്നോട് പറഞ്ഞു. നൽകപ്പെട്ട പാട്ടതാളിൽ ഇംഗ്ലീഷ് പാട്ട് 3 സ്റ്റാൻസ് പാടാം. Shall be showers of blessing. This is the promise of love. There shall be seasons refreshing, sent from the Savior above. Showers of blessing, showers of blessing we need. Mercy flows round us are falling, but for the showers we plead. There shall be showers of blessing, precious reviving again, over the hills and the valleys, sound of abundance of rain. Showers of blessing, showers of blessing we need. Mercy draws round us are falling, but for the showers we plead. There shall be showers of blessing, send them upon us, O Lord. Grant to us now a refreshing. Come and honor thy word. Showers of blessing, showers of blessing we need.
dross round us are falling, but for the showers we plead. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ടതായ ദൈവസാന്നിധ്യം നിറഞ്ഞതായ ഈ പ്രത്യേക സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. ഈ സന്തോഷ സുദിനത്തിൽ ഇപ്രകാരം ദൈവസന്നിധിയിലായിരിക്കുവാൻ ദൈവം നമ്മെ ഏവരെ ഇവിടെ കൂട്ടിവരുത്തിയതിനായി കർത്താവിനെ സ്തുതിക്കുകയാണ്. നാം ഇവിടെ കൂടി വന്നിരിക്കുന്നത് രണ്ട് കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെട്ട, രണ്ട് പശ്ചാത്തലത്തിൽ വളർന്ന ഒരു പ്രായപൂർത്തിയായ ഒരു സഹോദരനും പ്രായപൂർത്തിയായ ഒരു സഹോദരിയും വിവാഹ ഉടമ്പടിയാൽ ഒന്നായി തീർന്ന ഒരു കുടുംബമായി തീരുവാൻ വേണ്ടി ദൈവകൃപയിൽ ആശ്രയിച്ച് നാം ആഗ്രഹത്തോടും സന്തോഷത്തോടും കൂടെ ഇവിടെ കൂടി വന്നിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠമായ സൃഷ്ടിയാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. മനുഷ്യൻ്റെ ഈ ജീവിതം അലങ്കാരവും മഹത്വവുമാക്കി മാറ്റുവാൻ ദൈവം മനുഷ്യൻ്റെ ജീവിതത്തിൽ നൽകിയ ഒരു ദൈവീയ പദ്ധതിയാണ് വിവാഹബന്ധം എന്ന് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. ഈ വിവാഹബന്ധവും ജീവിതവും ഈ ലോകം കൊണ്ട് മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. മനുഷ്യൻ്റെ ആത്മാവ് ശരീരം വിട്ട് നിത്യതയിലേക്ക് ചെന്നാൽ അവിടെ വിവാഹബന്ധമോ കുടുംബജീവിതമോ അവിടെ ഉണ്ടായിരിക്കുകയില്ല. ദൈവത്തിന് സ്തോത്രം. മരണം വരെ മനുഷ്യൻ്റെ ജീവിതത്തിൽ ക്രമീകരിക്കപ്പെട്ട ഒരു ജീവിതം ചെയ്യുവാൻ ദൈവം നൽകിയ ഒരു പദ്ധതിയാണ് വിവാഹബന്ധം. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് എല്ലാവരും വിവാഹം കഴിക്കണമെന്നില്ല. തിരഞ്ഞെടുപ്പ് അവരുടെ ഭാഗത്തുള്ളതാണ്. ഇന്ന് ലോകത്തിൽ എത്രയോ രാഷ്ട്രീയ നേതാക്കന്മാർ, ലോകത്തിൽ എത്രയോ മിഷണറിമാർ, ലോകത്തിൽ എത്രയോ രാജ്യങ്ങളെ നയിക്കുന്നവർ വിവാഹമില്ലാതെ ജീവിക്കുന്നവരുണ്ട്. സാധാരണ നിലയുള്ളവരും വിവാഹമില്ലാതെ ജീവിക്കുന്നവരുണ്ട്. അപ്പോൾ തിരഞ്ഞെടുപ്പ് അവരുടെ പക്കലുള്ളതാണ്. ദൈവത്തിന് സ്തോത്രം. വിവാഹം എന്ന് പറയുമ്പോൾ പ്രായപൂർത്തിയായ ഒരു പുരുഷനും ഒരു സ്ത്രീയും ഒരുമിച്ച് പാർക്കുവാനും സുഖവും ദുഃഖവും പങ്കിടുവാനും ദൈവവും ദൈവസഭയും സമൂഹവും കൊടുക്കുന്നതായ ഒരു അനുവാദമാണ് വിവാഹബന്ധം എന്ന് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. അതുമാത്രമല്ല, വിവാഹത്തിൽ രണ്ടുപേർ തമ്മിൽ ചെയ്യുന്നതായ ഒരു ഉടമ്പടിയുണ്ട്. ഒന്ന് അവർ ദൈവത്തോട് ചെയ്യുന്ന ഉടമ്പടി, രണ്ടാമത് അവർ രണ്ടുപേരും തമ്മിൽ മരണപര്യന്തം പാലിക്കേണ്ടതായ ഒരു ഉടമ്പടിയാണ്. ദൈവത്തിന് സ്തോത്രം. പ്രായപൂർത്തിയായ ഒരു പുരുഷൻ സ്നേഹത്തിൻ്റെ കരം നീട്ടുമ്പോൾ സ്ത്രീ അനുസരണത്തിൻ്റെയും താഴ്മയുടെയും കരം നീട്ടി സ്നേഹത്തിൻ്റെ കരവും അനുസരണത്തിൻ്റെ കരവും ഒന്നാക്കപ്പെട്ട് ഇവരുടെ ജീവിതം ഒന്നായി തീരുന്ന ഒരു അനുഭവമാണ് ഒരു വിവാഹത്തിൽ നാം കാണപ്പെടുന്നത്. മാത്രമല്ല, ഇത് ഒരു ആജീവനാന്ത ബന്ധമാണ്. അതായത് ജീവിതം ഈ ഭൂമിയിൽ എപ്പോൾ അവസാനിക്കുന്നുവോ അന്നുവരെ സൂക്ഷിക്കേണ്ടുന്നതും കാത്തുകൊള്ളേണ്ടതുമായ ഒരു ബന്ധമാണ് വിവാഹബന്ധം. വിവാഹം കഴിച്ചവരും വിവാഹം കഴിക്കുവാനായി ആഗ്രഹിച്ചിരിക്കുന്ന യുവതി യുവാക്കന്മാരൊക്കെ ഈ സന്ദേശങ്ങൾ ശ്രദ്ധിച്ചാൽ കൊള്ളാം. പ്രത്യേകിച്ച് വിവാഹിതരായി തീരുവാൻ പോകുന്ന ആശിഷും മിസ്സിമോളും പ്രത്യേകിച്ച് ഇവിടെ പറയുന്ന സത്യങ്ങൾ നന്നായി ഗ്രഹിച്ച് മനസ്സിൽ കുറിച്ചു കൊള്ളുക. ദൈവത്തിന് സ്തോത്രം. വിവാഹത്തിന് മറ്റൊരു അർത്ഥമുണ്ട്, വിശേഷണേന വഹിക്കേണ്ടുന്നത്. വളരെ വിശേഷതയുള്ളതാണ് വിവാഹ ബന്ധവും ജീവിതവും. ഇപ്പോൾ ഇങ്ങനെയൊരു വിവാഹത്തിന് വേണ്ടി എത്രയോ കാര്യങ്ങൾ ഒരുക്കി, എത്രയോ ദിവസത്തെ കാത്തിരിപ്പ്, എത്രയോ ദിവസത്തെ ക്രമീകരണങ്ങൾ, എത്രയോ ബന്ധപ്പാടുകൾ, ഇതെല്ലാം ചെയ്ത് എത്രയോ ചെലവുകൾ ഇതെല്ലാം ചെയ്ത് നാം കടന്നു വന്നിരിക്കുന്നു. എന്തുകൊണ്ടാണ്?
ഇതൊരു വിശേഷതയേറിയ ഒന്നായതുകൊണ്ടാണ്, വളരെ പ്രാധാന്യമുള്ള ഒന്നായതുകൊണ്ടാണ്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് വിവാഹത്തോട് ബന്ധപ്പെട്ടതായ എല്ലാ കാര്യങ്ങളും വളരെ വിശേഷതയുള്ളതായി കാണപ്പെടുവാൻ ഇടയായിട്ട് വേണം. നമ്മുടെ ഒരു ഭവനത്തിൽ ഒരു വിശേഷിക്കപ്പെട്ടതായ ഒരു ആഹാരം നാം ചെയ്യുമ്പോൾ അതിൽ ചേർക്കേണ്ടതായ എല്ലാ കൂട്ടും നാം ചേർത്ത് രുചി ഒരിക്കലും കുറയാത്ത നിലയിലുള്ളതായ കൂട്ടുകളും ചേർത്താണല്ലോ നാം ഏറ്റവും വിശേഷ ദിവസങ്ങളിൽ ആഹാരം ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു വിശേഷമായ ഒരു ദിവസമാണ്. ഈ ബന്ധം ഒരു വിശേഷമായ ദിവസമാണ്. ഇവിടെ ചേർക്കേണ്ടതായ എല്ലാം നാം ചേർക്കുവാൻ നാം കടപ്പെട്ടവരാണ്. ദൈവത്തിന് സ്തോത്രം. അടുത്തതായി വിവാഹത്തിൽ ഒരു കുടുംബം സൃഷ്ടിക്കപ്പെടുകയാണ്. കുടുംബം എന്ന് പറയുമ്പോൾ കൂടുമ്പോൾ ഇമ്പം എന്നാണ്. രണ്ടുപേർ കൂടുമ്പോൾ സന്തോഷവും സമാധാനവും സ്നേഹവും ഒക്കെ കൂടിച്ചേരുമ്പോഴാണ് ജീവിതം ഇമ്പമായി മാറ്റപ്പെടുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ലോകത്തിൽ നടക്കുന്ന വിവാഹങ്ങൾക്ക്, പ്രത്യേകിച്ച് ക്രൈസ്തവ കോളത്തിൽ നടക്കുന്ന വിവാഹങ്ങൾ 2 നിയമത്തിന് അധീനതായി കാണപ്പെടണം. ഒന്ന്, ഗവൺമെൻറ് നിയമം. എല്ലാവരും ഗവൺമെൻറ് നിയമം പാലിച്ചേ മതിയാവും. 1872 ബ്രിട്ടീഷ് ഗവൺമെൻറ് പാസ്സാക്കിയതായ ഒരു വിവാഹ നിയമം ഇന്ന് എല്ലാ ക്രിസ്തീയ സഭകളിലും അത് പാലിച്ചു വരുന്നു. അതെന്താണെന്ന് വെച്ചാൽ വിവാഹിതരായി തീരുന്നതായ വധൂവരന്മാർ 18ഉം 21ഉം വയസ്സ് തികഞ്ഞിരിക്കണം. രണ്ടാമതായിട്ട് വിവാഹിതരായി തീരുന്നവർക്ക് ജീവിച്ചിരിക്കുന്ന വേറെ ഭാര്യയോ ഭർത്താവോ ഉണ്ടായിരിക്കുവാൻ പാടില്ല. മൂന്നാമതായിട്ട് വിവാഹത്തിൻ്റെ ശുശ്രൂഷയ്ക്ക് ശേഷം വിവാഹ രജിസ്റ്ററിൽ ഒപ്പിട്ടതിന് ശേഷം ഞങ്ങൾ ജീവിതകാലം മുഴുവനും ഒന്നിച്ച് ജീവിക്കാമെന്ന് സമ്മതമുള്ളവരായിരിക്കണം. ഈ 3 നിയമങ്ങൾ ഗവൺമെൻറ് നിയമമാണ്. ഈ നിയമം പാലിച്ചുകൊണ്ടാണ് ആശിഷും നിസിമോളും ഇവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് നടത്തിപ്പാരും ദൈവവും ഇതിനുള്ളതായ അവസരങ്ങളെല്ലാം കൊടുക്കുന്നത്. അതുമാത്രമല്ല, ആത്മീയ ക്രൈസ്തവ വിവാഹം എന്ന് പറയുമ്പോൾ ദൈവിക ചില നിയമങ്ങളും ഉണ്ടായിരിക്കണം. ദൈവിക ചില നിയമങ്ങളും. ഇപ്പോൾ വേദപുസ്തകത്തിൽ നിന്ന് 4 വാക്യങ്ങൾ വായിച്ചു. ഒന്നാമതായി ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആരംഭ ഭാഗത്തിൽ നിന്ന് ഈ ഭൂമിയിൽ നടത്തപ്പെട്ടതായ ഒന്നാമത്തെ വിവാഹം ആദാമിൻ്റെയും ഹവ്വയും. ആ വിവാഹം നടത്തിയ കാർമ്മികൻ ദൈവമായിരുന്നു. രണ്ടാമതായി നാം വായിച്ചു കേട്ടതാമാക്കിയ എഫേസ്യ ലേഖനത്തിൽ നിന്ന് ഒരു കുടുംബജീവിതത്തിൽ ഭാര്യയും ഭർത്താവും എപ്രകാരമായിരിക്കണം, അവരുടെ പങ്ക് എങ്ങനെയായിരിക്കണം, അവരോട് ചെയ്യേണ്ട കാര്യങ്ങൾ, കുടുംബജീവിതത്തിൽ അവരുടെ പങ്കാളിത്തം, അതിനെക്കുറിച്ച് നാം എഫേസ്യ ലേഖനത്തിൽ ചിന്തിക്കുകയുണ്ടായി, വായിച്ചു കിട്ടും. മൂന്നാമതായിട്ട് പത്രോസിൻ്റെ ലേഖനത്തിൽ ഒരു ഭാര്യയുടെയും ഭർത്താവിൻ്റെയും കടപ്പാടുകളെക്കുറിച്ച്, ചില കർത്തവ്യങ്ങളെക്കുറിച്ച് നാം വായിക്കുകയുണ്ടായി. അവസാനമായിട്ട് വെളിപ്പാട് പുസ്തകത്തിൽ ഒരു വാക്യം വായിച്ചു. ഒരുവാൻ പോകുന്നതായ ഒരു വിവാഹത്തെക്കുറിച്ച്. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം 7-8 വാക്യങ്ങൾ നമ്മുടെ ചെറിയൊരു സന്ദേശത്തിനായി നമുക്ക് വായിക്കാം. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം 7-8 വാക്യങ്ങൾ. നാം സന്തോഷിച്ച് ഉല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക. കുഞ്ഞാടിൻ്റെ കല്യാണം വന്നുവല്ലോ, അവൻ്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു. ആ വിശേഷ വസ്ത്രം വിശുദ്ധന്മാരുടെ നീതിപ്രവൃത്തികൾ തന്നെ. ഇവിടെ ഒരു വെളിപ്പാട് പുസ്തകം അവസാനത്തിൽ നാം വായിച്ചു കേട്ടതിൽ ഇവിടെ ഒരു വിവാഹത്തെക്കുറിച്ച് വായിക്കുന്നു. കല്യാണം എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം ഒരു സ്ത്രീയെയും പുരുഷനെയും ഒന്നാക്കി ചേർത്തതായ ഒരു വിവാഹത്തെക്കുറിച്ച് നാം വായിക്കുന്നു. ഇവിടെ ഒരു കുഞ്ഞാടെന്ന് പറയുന്നു. കുഞ്ഞാടെന്ന് പറയുമ്പോൾ ചിലരൊക്കെ ചിന്തിക്കും, കുഞ്ഞാടിനെങ്ങനെയാണ് കല്യാണം വരുന്നത്? നമ്മുടെയൊക്കെ വീടുകളിൽ വളർത്തുന്ന ആടുകളുണ്ടല്ലോ, അതിലേറ്റവും ഇളം പ്രായമുള്ളതിനെ കുഞ്ഞാടെന്നൊക്കെ നാം വിളിക്കുന്നു. കുഞ്ഞാടിന് എന്താണ് കല്യാണം? എന്നാൽ ഇവിടെ പറയുന്ന കുഞ്ഞാടെന്ന് പറയുന്നത് ഒരു മനുഷ്യനല്ല, അത് കർത്താവായ യേശുവാണ്.
ദൈവത്തിന് സ്തോത്രം. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിന് ഒരു വിവാഹമുണ്ട്. ദൈവത്തിന് സ്തോത്രം. അതാണ് പ്രസക്തമായ വിഷയം. അപ്പോൾ അത് ആസന്ന ഭാവിയിൽ എത്രയും താമസിക്കാതെ മധ്യാകാശത്തിൽ ഒരു വിവാഹം നടക്കും. അതാണ് നിത്യവിവാഹം എന്ന് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ മണവാളൻ കർത്താവായ യേശുവായിരിക്കും. അതിൻ്റെ മണവാട്ടിയാണ് ഇന്ന് ഭൂമിയിൽ യേശുവിനെ വിശ്വസിച്ച, യേശു നൽകിയ പ്രമാണങ്ങളെ അനുഷ്ഠിച്ച, ദൈവഭക്തിയോടെ ജീവിക്കുന്നവരൊക്കെ അതിൽ പൂർണ്ണമാക്കപ്പെട്ടവർ യേശുവിൻ്റെ മണവാട്ടിയായി മാറ്റപ്പെടും. അതാണ് കുഞ്ഞാടിൻ്റെ കല്യാണം വന്നുവല്ലോ. കല്യാണം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും സന്തോഷമാണ്. കുടുംബത്തിലുള്ളവർ, സ്വന്തക്കാർ, ചാർച്ചക്കാർ, സ്നേഹിതർ, ദേശക്കാർ എല്ലാവർക്കും സന്തോഷമാണ്. ഈ ലോകത്തിലെ കല്യാണത്തിന് ഇത്രയ്ക്ക് സന്തോഷമുണ്ടെങ്കിൽ വരുവാൻ പോകുന്നതായ ആ നിത്യവിവാഹത്തിന് എത്രയോ സന്തോഷമായിരിക്കും. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത് സന്തോഷിച്ച് ഉല്ലസിച്ച് മഹത്വം കൊടുക്കുക. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ വരുവാൻ പോകുന്ന നിത്യവിവാഹത്തിന് നിഴലാണ് ഇന്ന് ഈ ഭൂമിയിൽ നടക്കുന്ന വിവാഹം. വരുവാൻ പോകുന്ന നിത്യവിവാഹത്തിൽ മണവാളനായി വരുന്ന കർത്താവായ യേശു ക്രിസ്തു എന്ന കുഞ്ഞാടിന് നിഴലാണ് ഇവിടെ ആശിസ് ഇവിടെ വന്നിരിക്കുന്നത്. വരുവാൻ പോകുന്ന നിത്യവിവാഹത്തിൽ യേശുവിന് മണവാട്ടിയായി തീരുന്ന ഒരു കൂട്ടം വിശുദ്ധീകരിക്കപ്പെട്ട പൂർണ്ണമാക്കപ്പെട്ട ദൈവസഭയിൽ ഒരു കൂട്ടം ദൈവമക്കൾ, അതാണ് യേശുവിൻ്റെ മണവാട്ടിയായി. ആ മണവാട്ടിക്ക് നിഴലാണ് ഇവിടെ ഒരുക്കപ്പെട്ട് വന്നിരിക്കുന്നതായ നിസിമോൾ. ദൈവത്തിന് സ്തോത്രം. ആകയാൽ ഈ ശുശ്രൂഷയിൽ 2 അംശങ്ങളാണ് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നിങ്ങളോട് പങ്കിടുന്നത്. ഒന്ന്, ഒരു ആത്മീയമായ വിവാഹത്തെക്കുറിച്ചും 2, അക്ഷരീയമായ ഈ വിവാഹത്തിൽ പങ്കെടുക്കുന്ന ഈ പ്രിയപ്പെട്ട 2 പേരും ഇവരുടെ വിവാഹ ജീവിതം ധന്യമായി തീരണമെങ്കിൽ, അനുഗ്രഹമായി തീരണമെങ്കിൽ, സന്തോഷ സമൃദ്ധിയിലേക്ക് വരണമെങ്കിൽ, ദൈവത്തിന് മഹത്വമായി മാറ്റപ്പെടണമെങ്കിൽ ഇവരെങ്ങനെയായിരിക്കണം എന്നുള്ളതായ ചില ബുദ്ധിയുപദേശങ്ങൾ ഈ 2 തലക്കെട്ടോടെ ഇവിടുത്തെ ഈ ദൂത് അവസാനിപ്പിക്കുകയും. ദൈവത്തിന് സ്തോത്രം. ആത്മീയ വിവാഹം എന്ന് പറയുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവും ഈ ലോകത്തിലേക്ക് വന്നു. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ നേരിലുള്ളവനായി സൃഷ്ടിച്ചുവെന്നും കാലങ്ങൾ കഴിഞ്ഞപ്പോൾ പിശാചിനാൽ മനുഷ്യൻ വഞ്ചിക്കപ്പെട്ടു പോയി, മനുഷ്യൻ പാപം ചെയ്ത് ദൈവത്തെ നഷ്ടപ്പെടുത്തിയെന്നും മനുഷ്യൻ ദൈവത്തിൻ്റെ വഴിതിട്ട് കൊള്ളരാത്തവരായി തീർന്നുവെന്നും മനുഷ്യൻ ദൈവത്തെ വിട്ട് അകന്നു പോയെന്നൊക്കെ നമുക്കെല്ലാവർക്കും അറിയാം. ആ മനുഷ്യരെ തിരിച്ച് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ദൈവത്തിൻ്റെ പുത്രിപുത്രന്മാരായി മാറ്റി ദൈവത്തിൻ്റെ തേജസ് പ്രാപിപ്പാൻ വേണ്ടി ആ പാപിയായി മനുഷ്യനെ ദൈവത്തിൻ്റെ പുത്രനാക്കി മാറ്റുവാൻ വേണ്ടി ദൈവത്തിനായ ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്ന് സകല മനുഷ്യരുടെയും പാപങ്ങൾക്കും ശാപങ്ങൾക്കും രോഗങ്ങൾക്കും ലോകത്തിൻ്റെ മധ്യഭാഗമായ യെരുശലേമിൽ കാൽവരി ക്രൂശിൽ അത് മുഴു മാനവരാശിക്കും വേണ്ടി കാൽവരിയിൽ മരിച്ച് പാപത്തിന് പരിഹാരം ശാപത്തിന് പരിഹാരമൊക്കെ വരുത്തി മരിച്ച് അടക്കം ചെയ്യപ്പെട്ട 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. ദൈവത്തിന് സ്തോത്രം. ഉയർത്തെഴുന്നേറ്റ യേശുവും അത് 40 ദിവസം ഈ ഭൂമിയിൽ തൻ്റെ ശിഷ്യന്മാർക്ക് പെറ്റിഷനായി സ്വർഗത്തിലേക്ക് കടന്നുപോയിട്ട് പരിശുദ്ധാത്മാവിനെ താൻ മരിച്ച് ഉയർത്തതിന് 50-ാമത്തെ ദിവസം ഈ ഭൂമിയിലേക്ക് അയച്ചു. അങ്ങനെ ഈ ഭൂമിയിൽ പരിശുദ്ധാത്മാവിനാൽ ഒരു സഭ സ്ഥാപിച്ചു. ദൈവത്തിന് സ്തോത്രം. അതായത് ക്രിസ്തുവിൻ്റെ മണവാട്ടിയായി തീരുന്ന സഭ ഒന്നാമത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാൽവരി മരണത്തിൽ വിശ്വസിച്ച് യേശുവിൻ്റെ രക്തത്തിൽ വിശ്വസിച്ച് പാപങ്ങളെ ഏറ്റവും ഉപേക്ഷിച്ച് പാപമോചനം പ്രാപിക്കുന്നതായിരിക്കണം. യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ ഭൂലോകത്തിലേക്കും പോയി പിതാവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം കൊടുത്തും എല്ലാവരെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ഈ സത്യം രണ്ടാമതായി സ്വീകരിക്കണം. മൂന്നാമതായി യേശു കൂടിയിരുന്ന തൻ്റെ ജനത്തിന് മേൽ അയച്ചതായ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിറയപ്പെട്ട ഈ 3 അനുഭവങ്ങൾ ജീവിതത്തിൽ അടിസ്ഥാനമായി പ്രാപിച്ചിട്ട് തുടർന്നും ആത്മാവിലും സത്യത്തിലും വിശുദ്ധിയിലും നീതിയിലും ജീവിച്ച് ദൈവത്തെ പ്രസാദിപ്പിച്ച് ദൈവം നൽകുന്ന സത്യോപദേശങ്ങൾ അനുസരിച്ച് അത് ജീവിച്ച് ക്രിസ്തുവിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുന്ന ഒരു സമൂഹം ആരോ ആ സമൂഹമായിരിക്കും യേശുവിൻ്റെ മണവാട്ടിയായിത്തീരുന്നത്. ഇന്നിവിടെ ഈ തിരുവചന ശബ്ദം കേൾക്കുന്ന എല്ലാവരെയും ആ സ്ഥാനത്തേക്ക് ഇന്നും വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. മാനസാന്തരപ്പെടാത്തവരുണ്ടെങ്കിൽ മാനസാന്തരപ്പെട്ടുകൊള്ളുക, ജലസ്നാനം സ്വീകരിക്കാത്തവരുണ്ടെങ്കിൽ സ്വീകരിച്ചു കൊള്ളുക, അഭിഷേകം പ്രാപിക്കാത്തവരുണ്ടെങ്കിൽ അഭിഷേകം പ്രാപിച്ചുകൊള്ളുക. വരുവാൻ പോകുന്ന യഥാവായ യേശുവിന് മണവാട്ടിയായി തീരണമെന്ന് ഹൃദയത്തിൽ വാഞ്ചയും ആഗ്രഹമുണ്ടെങ്കിൽ ജീവിതത്തെ നിങ്ങൾ അതിനായി സമർപ്പിച്ചുകൊള്ളുക. അതുകൊണ്ട് ആഭാവോടെ നിർത്തട്ടെ. രണ്ടാമതായി
ഇപ്പോൾ വിവാഹബന്ധത്തിലേക്ക് ഏർപ്പെടുന്നതായ ഈ ആശിഷും ഈ നിസിമോളും എപ്രകാരമാണ് അവരുടെ ജീവിതത്തെ നയിക്കേണ്ടുന്നത്? ഒരു വിവാഹത്തിൻ്റെ അടിസ്ഥാനം എന്തായിരിക്കണം? ദൈവത്തിന് സ്തോത്രം. ക്രിസ്തീയ വിവാഹം, അതായത് പെന്തക്കോസ് വിവാഹം എന്ന് പറയുമ്പോൾ അടിസ്ഥാനമെന്ന് പറയുന്നത് ദൈവിക വിശ്വാസമാണ്. അബ്രഹാം എന്നൊരു പിതാവുണ്ടായിരുന്നു. ഉൽപ്പത്തി പുസ്തകം 24 അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ 3-ാം വാക്യം നാം വായിക്കുമ്പോൾ അബ്രഹാമിന് വാർദ്ധക്യത്തിൽ ഒരു മകൻ ജനിച്ചു. മകൻ്റെ പേര് ഇസ്ഹാക്ക്. തനിക്ക് വിവാഹപ്രായമായപ്പോൾ തൻ്റെ ദാസനോട് പ്രകാരം പറഞ്ഞു. വായിച്ചാട്ട് 24-ന്റെ 3-ാമത്തെ വാക്യം. ചുറ്റും പാർക്കുന്ന കന്യാന്യരുടെ കന്യകമാരിൽ നിന്ന് നീ എൻ്റെ മകന് ഭാര്യയെ എടുക്കാതെ എൻ്റെ ദേശത്തും എൻ്റെ ചാർച്ചക്കാരുടെ അടുക്കലും ചെന്ന് എൻ്റെ മകനായ ഇസഹാക്കിന് ഭാര്യയെ എടുക്കുമെന്ന് സ്വർഗത്തിനും ഭൂമിക്കും ദൈവമായ യഹോവയുടെ നാമത്തിൽ ഞാൻ നിന്നെക്കൊണ്ട് സത്യം ചെയ്യും. ബൈബിൾ പറയുന്നതായ പൂർവ്വതായ അബ്രഹാമിൻ്റെ മകന് വേണ്ടി ഒരു വിവാഹത്തിന് ഒരു ഭാര്യയെ എടുക്കുവാൻ വേണ്ടി അതേ ദാസനോട് പറയുകയാണ്, കനാനിയുടെ കന്യകമാരിൽ നിന്ന് ഭാര്യ എടുക്കരുത്. പിന്നെയോ എൻ്റെ ചാർച്ചക്കാരുടെ അടുക്കൽ ചെന്ന എൻ്റെ ദേശത്ത് ചെന്ന് എൻ്റെ മകന് വേണ്ടി ഒരു ഭാര്യ എടുക്കണം. ദൈവത്തിന് സ്തോത്രം. ഇതാണ് ഈ അബ്രഹാമിൻ്റെ ദേശം എന്ന് പറയുന്നത് വിശ്വാസത്തെ കാണിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഇവർ രണ്ടുപേരും ഒരേ വിശ്വാസത്തിലും ഒരേ ഉപദേശത്തിലും അവർ ചെറുപ്രായം മുതൽ വളർന്നതുകൊണ്ട് ഒരേ വിശ്വാസത്തിൽ അത് അബ്രഹാമിൻ്റെ ദേശത്തു നിന്ന് അബ്രഹാമിൻ്റെ ചാർച്ചയിൽ നിന്ന് തൻ്റെ മകനായ ഇസ്ഹാക്കിന് വേണ്ടി ആ ദാസൻ ഒരു പെൺകുട്ടിയെ എടുത്തതുപോലെ ദൈവിക വിശ്വാസത്തിൽ വളർന്ന് അതേ അനുഭവത്തിൽ ജീവിക്കുന്നവർ തമ്മിൽ വിവാഹിതരായി തീരുവാൻ ദൈവം അനുവാദം കൊടുക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഇതാണ് ചുറ്റും പാർക്കുന്ന കന്യാന്യർമ്മ രക്ഷിക്കപ്പെടാത്തവർ, ദൈവമില്ലാത്തവർ, ദൈവ പ്രമാണമില്ലാതിരിക്കുന്നവർ, ദൈവസത്യമില്ലാതിരിക്കുന്നവർ. ആകയാൽ ആത്മീയ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുമ്പോൾ ദൈവത്തിലുള്ളതായ വിശ്വാസം. ആ വിശ്വാസം എന്ന് പറയുമ്പോൾ അതിലൊന്ന് മാനസാന്തരം, രണ്ടാമത് ജലസ്നാനം, മൂന്നാമത് പരിശുദ്ധാത്മാഭിഷേകം, നാലാമത് വേർപാട് ജീവിതം, അഞ്ചാമത് വിശുദ്ധ ജീവിതം, നീതിപ്രവൃത്തികൾ, ഇങ്ങനെയൊക്കെയുള്ളതായ ചില സത്യങ്ങൾ പൂർണ്ണത ഈ വിശ്വാസത്തിൽ കാണപ്പെടുന്നു. ഇതാണ് അപ്പോസ്തലിക ഉപദേശം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെയുള്ളതായ വിശ്വാസത്തിൽ ഒരു പയ്യനും ഒരു കുട്ടിയും തമ്മിൽ വളർന്ന് അവർ വിവാഹിതരായി തീരുന്നത് വളരെ യോജിപ്പുള്ളതായി മാറ്റപ്പെടും. ദൈവത്തിന് സ്തോത്രം. ഇനി അതുമാത്രമല്ല, ഈ ബന്ധമെന്ന് പറയുന്നത് വിശ്വാസത്തിൽ ഉള്ളതായ ഒരു ബന്ധമായതുകൊണ്ട് ഇവർ രണ്ടുപേരും ഒന്നാക്കി മാറ്റിയാലും ക്രിസ്തു ഇവരുടെ മധ്യത്തിൽ ഉണ്ടായിരിക്കണം. ദൈവത്തിലുള്ളതായ വിശ്വാസം ജീവിതത്തിൻ്റെ ആരംഭം മുതൽ ജീവിതത്തിൻ്റെ അവസാനം വരെയും എപ്പോഴും ദൈവത്തിലുള്ളതായ വിശ്വാസം അത് തള്ളിക്കളയാതെ മുറുകെ പിടിക്കുന്നവരായിത്തീരണം. അതുമാത്രമല്ല, കുടുംബജീവിതത്തിൽ ഭാര്യയും ഭർത്താക്കന്മാരും എങ്ങനെയായിരിക്കണം? എഫെസ്യ ലേഖനം നാം വായിക്കുമ്പോൾ 5-ാം അധ്യായത്തിൻ്റെ 25-ാം വാക്യം നാം വായിക്കുമ്പോൾ മുമ്പ് വായിച്ചു കേട്ടതാണ്. പക്ഷേ എല്ലാവരും ശ്രദ്ധിച്ച് കാണത്തില്ല. ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം എണ്ണി പറയാം. വായിച്ചാട്ടെ. ഭർത്താക്കന്മാരെ ക്രിസ്തുവും സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പിൻ. വിവാഹം കഴിച്ചവരോടും കൂടെയാണ് ഈ ഉപദേശം പറയുന്നത്. വിവാഹത്തിന് ഇരിക്കുന്നവരും ഇനി വിവാഹത്തിന് വേണ്ടി ഒരുക്കപ്പെടുന്നവരും എന്നാണ് ബൈബിൾ പറയുന്നത്. ഭർത്താക്കന്മാരോട് പറയുന്നു, നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കണം. എങ്ങനെയാണ് സ്നേഹിക്കുന്നത്? 5-28 വാക്യം വായിക്കുമ്പോൾ വായിച്ചാൽ, അവണ്ണം ഭർത്താക്കന്മാരും തങ്ങളുടെ ഭാര്യമാരെ സ്വന്തം ശരീരങ്ങളെപ്പോലെ സ്നേഹിക്കേണ്ടതാകുന്നു. അപ്പോൾ ഒരു ഭർത്താവ് ഒരു ഭാര്യയെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ സ്വന്തം ശരീരത്തെ പോലെ സ്നേഹിക്കുക. അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു മുറിവ് വന്നാൽ അതിൻ്റെ വേദന നമുക്കറിയാം. ആ മുറിവ് വലുതായി, അത് വ്രണമായി, അതിച്ചിരി വളരെ കേടായ നിലയിലാകുമ്പോൾ അതിൻ്റെ വേദനയും അതിൻ്റെ വിഷമവും എല്ലാം നാം തന്നെ സഹിക്കുന്നു. ഇതാണ് ഭാര്യയും ഭർത്താവും തമ്മിലുള്ളതായ സ്നേഹബന്ധം. ദൈവത്തിന് സ്തോത്രം. സ്വന്തം ശരീരങ്ങളെപ്പോലെ ഭാര്യയെ സ്നേഹിക്കണം എന്നുവരെ മരണം വരെ. ദൈവത്തിന് പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞ് നിർക്കുകയാണ്. സമയം വേഗത്തിൽ അതിക്രമിച്ചു പോയി. കൃത്യസമയത്തുള്ളിൽ നിർത്തണമല്ലോ. ദൈവത്തിന് സ്തോത്രം. അടുത്തതായി ഭാര്യയോട് പറയുന്നത് എന്താണ്? 5-ാം അധ്യായം 22-ാം വാക്യം നാം വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നു, ഭാര്യമാരെ കർത്താവിനെന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുവിൻ. സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുവിൻ, അതായത് അനുസരിക്കുവിനാണ്. ഇപ്പോൾ ആശിഷ് സ്നേഹത്തിൻ്റെ കരം നിസിമോളുടെ നേരെ നീട്ടിക്കൊണ്ടിരിക്കുകയാണ്.
നിസിമോൾ അനുസരണത്തിൻ്റെ കരം ആശിഷിന് നേരെ നീട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയാണ് ഇവരുടെ രണ്ടൊരു കുടുംബം അനുഗ്രഹമായി തീരുന്നത്, ദൈവമഹത്വമായി തീരുന്നത്, ദൈവപ്രമാണമുള്ള കുടുംബമായി മാറ്റപ്പെടുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇനിയും വേദപുസ്തകം വീണ്ടും വായിക്കുമ്പോൾ 5:25 വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ വായിക്കുന്നു. എഫേസ്യർ 5:25 വാക്യം, ഭർത്താക്കന്മാരെ ക്രിസ്തുവും സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പീൻ. ഭർത്താവ് ഭാര്യയ്ക്ക് തലയാകുന്ന പോലെ ക്രിസ്തു ശരീരത്തിന്റെ രക്ഷിതാവായി സഭയ്ക്ക് തലയാകുന്നത് പോലെ ഭർത്താവ് ഭാര്യയ്ക്കും തലയാകും. അപ്പോൾ ഇവിടെ ഒരു ശരീരവും ഒരു തലയും തമ്മിലുള്ള ഒരു ബന്ധമാണ്. ഇപ്പോൾ സഭ എന്ന ശരീരത്തിൻ്റെ തലയാണ് യേശു ക്രിസ്തു. ഈ ബന്ധത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ഇവർ രണ്ടുപേരും, ഒരാൾ തലയും ആശിഷ് തലയായി തീരുവാൻ പോകുന്നു. നിസിമോൾ ശരീരമായി തീരും. ഒരിക്കലും തലയ്ക്കും ശരീരം തമ്മിൽ വേർപെടുവാൻ പാടില്ല. ആർക്കും വേർപെടുത്തുവാൻ നിയമമില്ല. വേർപെടുത്തിയാൽ എന്ത് സംഭവിക്കും? അവിടെ മരണമാണ്. ദൈവത്തിന് വലിയ കുറ്റമാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഇവരൊരു ബന്ധത്തിലേക്ക് വരികയാണ്. ആശിഷ് തലയായി തീരുവാൻ പോകുന്നു. നിസിമോൾ ആ തലയ്ക്ക് ശരീരമായി തീരും. ദൈവത്തിന് സ്തോത്രം. ഇനിയും ഈ ബന്ധത്തിൽ ചില കാര്യങ്ങളുണ്ട്. ഒരു മനുഷ്യൻ്റെ തലയിലാണ് തൻ്റെ ജീവിതങ്ങളെല്ലാം നിയന്ത്രിക്കപ്പെടുന്നത്. ഉദ്ദേശ്യങ്ങളെല്ലാം, താല്പര്യങ്ങളെല്ലാം, പ്രവൃത്തികളെല്ലാം, പദ്ധതികളെല്ലാം എവിടെ നിന്നാണ് പുറപ്പെടുന്നത്? തലയിൽ നിന്ന്. ഒരു കുടുംബത്തിൽ അതാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അതാണ് ഭർത്താവിനെ ദൈവം എന്താക്കി മാറ്റിയിരിക്കുന്നു? തലയാക്കി മാറ്റിയിരിക്കുന്നു. ഭാര്യയെ ശരീരമാക്കി മാറ്റിയിരിക്കുന്നു. മനുഷ്യൻ പാപം ചെയ്ത്, ആദിമ മനുഷ്യൻ ആദാമും പാപം ചെയ്ത് ദൈവം നഷ്ടപ്പെടുത്തി. ദൈവം വന്നു നോക്കിയപ്പോൾ ഇവർ കാണുന്നില്ല. അവർ പാപികളായി നഗ്നരായി മറിഞ്ഞിരിക്കുകയാണ്. ദൈവം വിളിച്ച് കാര്യം വിസ്താരിച്ചു. അവസാനത്തിൽ ദൈവം ഒരു വാക്യം ഇങ്ങനെ പറയുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ സ്ത്രീയോട് പറയുന്നു എന്താണ്? അവൻ നിന്നെ ഭരിക്കും. അത് വായിച്ചു 3-ന്റെ സ്ത്രീ 16-ാം വാക്യം. സ്ത്രീയോട് കൽപ്പിച്ചത്, ഞാൻ നിനക്ക് കഷ്ടവും ഗർഭധാരണവും ഏറ്റവും വർദ്ധിപ്പിക്കും. നീ വേദനയോടെ മക്കളെ പ്രസവിക്കും. നിന്റെ ആഗ്രഹം നിന്റെ ഭർത്താവിനോടാകും, അവൻ നിന്നെ ഭരിക്കും. ഇതാണ് ദൈവത്തിന് പ്രമാണം. അവൻ നിന്നെ ഭരിക്കും. അവൾ നിന്നെ ഭരിക്കുമെന്നല്ല, അവൻ നിന്നെ ഭരിക്കും. ദൈവത്തിന് സ്തോത്രം. ചിലപ്പോൾ ഭാര്യമാർക്ക് അറിയാൻ ബുദ്ധി ജ്ഞാനവും ഒക്കെ ഉണ്ടാകാം. ഭർത്താക്കന്മാരെക്കാളിലും ബുദ്ധി ജ്ഞാനവും എല്ലാം ഉണ്ടാകും. എന്നാൽ ഭരണം, ആ ജ്ഞാനം ഭർത്താവിൽ കൂടിയായിരിക്കണം. ആ കുടുംബമാണ് അനുഗ്രഹിക്കപ്പെടുന്നത്. ഇനി ഒരു കുടുംബത്തിൻ്റെ തേജസ് ക്രിസ്തു തൻ്റെ ശരീരമായ സഭയുടെ തേജസ്സാണ്. ഇതുപോലെ ഒരു ഭവനത്തിൻ്റെ തേജസ് എന്താണ്? ഭർത്താവ് തേജസ്സാണ്. അതോടൊപ്പം ആ തേജസ്സാക്കി മാറ്റുന്നത് ആരാണ്? ഭാര്യ. ഈ ഒരു ബന്ധത്തിലേക്കാണ് അത് നാം കടന്നു വരേണ്ടുന്നത്. ദൈവത്തിന് സ്തോത്രം. ആകയാൽ വീണ്ടും നാം അറിയേണ്ട വിഷയം 5-ാം അധ്യായം 29-ാം വാക്യം നാം വായിക്കുമ്പോൾ ഭാര്യയും ഭർത്താവും നമ്മളുടേതായ മറ്റൊരു അനുഭവമാണ്. ഭർത്താവ് ഭാര്യയെ പരിപോഷിപ്പിക്കണം എന്നൊരു പ്രമാണം ദൈവം കൊടുത്തിരിക്കുകയാണ്. വായിച്ചാൽ, ആരും തൻ്റെ ജഡത്തെ ഒരു നാളും പകച്ചിട്ടില്ലല്ലോ. ക്രിസ്തുവും സഭയെ ചെയ്യുന്നത് പോലെ അതിനെ പോറ്റി പുലർത്തുകയത്രേ ചെയ്യുന്നത്. അപ്പോൾ പോറ്റി പുലർത്തി പരിരക്ഷിക്കുന്നതായ ഒരു അനുഭവമാണ്. ദൈവത്തിന് സ്തോത്രം. ആകയാൽ ഈ ഒരു ബന്ധമാണ് ദൈവം ഒരു കുടുംബ ജീവിതത്തിൽ നൽകിയിരിക്കുന്നത്. ഈ കുടുംബം സൃഷ്ടിക്കപ്പെടുമ്പോൾ തന്നെ ഈ ഒരു ബന്ധമുള്ള ഒരു കുടുംബമായി തീരുവാൻ നമുക്ക് ആഗ്രഹിക്കാം. നിങ്ങൾ പ്രാർത്ഥിക്കാം. അതുമാത്രമല്ല, ആത്മീക ജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ ഇപ്പോൾ ഭാര്യ ഭർത്താവിനെ അനുസരണിക്കുന്ന ബൈബിൾ പറഞ്ഞല്ലോ. എന്നാൽ ഒരു കണ്ടീഷനുണ്ട്. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 18-19 വാക്യങ്ങൾ വായിക്കാം. കൊലോസ്യ ലേഖനം 3-18-19 വാക്യം. ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കർത്താവിൽ ഉചിതമാകും വണ്ണം കീഴടങ്ങുവിൻ. അനുസരണം എന്ന് പറയുമ്പോൾ കർത്താവിന് ഉചിതമാവണ്ണം കീഴടങ്ങണമെന്നാണ്. അതിനർത്ഥം എന്താണ്? ഒരു ദിവസം ഞായറാഴ്ച സഭയോട് ഒന്നിച്ച് കുടുംബമായി ഒരു ജീവിക്കുകയാണ്. ഒരു ദിവസം ഞായറാഴ്ച സഭയുള്ള ദിവസം ആശിഷ് പറയേണ്ട, ഇന്ന് നമുക്ക് ആരാധനയ്ക്ക് പോകണ്ട, മറ്റൊരു സ്ഥലത്ത് പോകാമെന്ന് പറഞ്ഞാൽ നിസിമോൾ എന്ന് പറയും? ബൈബിൾ എന്ന് പറഞ്ഞിരിക്കുന്നു, കർത്താവിന് ഉചിതമാവണ്ണം കീഴടങ്ങണം. സഭയെ മുടക്കുവാൻ പാടില്ല. ആരാധനയ്ക്ക് പോകണം, അത് കഴിഞ്ഞ് മറ്റൊരു സ്ഥലത്ത് പോകാം. ഇതാണ് കർത്താവിന് ഉചിതമാവണ്ണം കീഴടങ്ങും. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വേറൊരു വ്യക്തി വരികയാണ്. അത് യേശുവാണ്, ദൈവമാണ്. സലോമൻ തൻ്റെ ജ്ഞാനത്തിൽ പറയുന്നു, മുപ്പിരി ചരട് വേഗത്തിൽ അറ്റുപോകുകയില്ല.
ഇവിടെ 2 ചരട് വന്നിരിക്കുകയാണ്. ഒരു ചരട് ആശിഷ്, മറ്റൊരു ചരട് നിസ്സിമോൾ. ഇനി മൂന്നാമതൊരു ചരട് ഇവിടെ മധ്യേ വന്നിട്ട് ഈ 3 ചരടും ചേർത്ത് ഒറ്റ ചരടാക്കാൻ പോവുകയാണ്. ഇതാണ് ആ ബന്ധം. അപ്പോൾ ഈ ഒരു കുടുംബജീവിതം നിലനിന്ന് അനുഗ്രഹിക്കപ്പെടുവാൻ എപ്പോഴും ഒരു മുപ്പിരിച്ചരട് പോലെയായിരിക്കും. കയറൊക്കെ വാങ്ങാൻ പോകുമ്പോൾ അറിവുള്ളവർ അത് പിന്നി നോക്കും. 3 ചരട് 3 ഉണ്ടോ അത് 2 ഉള്ളോ. 2 ഉള്ളെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ പൊട്ടിപ്പോകും. 3 ഉണ്ടെങ്കിൽ അങ്ങനെ പൊട്ടിപ്പോവുകയില്ല ദൈവത്തിന്. ഇപ്പോൾ നിങ്ങളുടെ കുടുംബജീവിതത്തിൽ അവസാനം വരെയും ആ സ്ഥിരതയും നിലനിൽപ്പും അനുഗ്രഹം ലഭിക്കുവാൻ മൂന്നാമത്തെ ചരടായ കർത്താവ് എപ്പോഴും ഉണ്ടായിരിക്കണം. വിവാഹം കഴിച്ചവരും നിശ്രദ്ധിക്കുമ്പോൾ നിങ്ങൾ പരിശോധിക്കണം, യേശു നിങ്ങളുടെ ബന്ധത്തിനിടയിലുണ്ടോ. ദൈവം നിങ്ങളെ വീണ്ടും വീണ്ടും ഒന്നിപ്പിക്കുന്നുണ്ടോ എന്ന് നമുക്കിക്കണം. ദൈവത്തിന് സ്തോത്രം. ഈ അനുഭവങ്ങളിലേക്ക് ഈ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടട്ടെ. അതുമാത്രമല്ല, കുടുംബം ധന്യമായി തീരണമെങ്കിൽ പരസ്പര ബഹുമാനമുണ്ടായിരിക്കണം. ഭാര്യ ഭർത്താവിനെ ബഹുമാനിക്കുന്നു ബൈബിൾ വായിച്ച് നാം കേട്ടു. തിരിച്ചും ഭർത്താവും ഭാര്യയെ ബഹുമാനിക്കണം. പരസ്പരം സ്നേഹിക്കണം, പരസ്പരം ബഹുമാനിക്കണം. ഇങ്ങനെയൊക്കെയുള്ളതായ ഒരു അനുഭവത്തിലേക്ക് നാം കടന്നു വരുവാനിടയാകണം. ഭർത്താവിൻ്റെ പ്രധാനപ്പെട്ട കർത്തവ്യം എന്ന് പറയുമ്പോൾ ഭാര്യയെ സ്നേഹിക്കുക, സ്വന്തം ശരീരത്തിൽ പോലെ സ്നേഹിക്കുക, ബഹുമാനിക്കുക, ഭാര്യയോട് വിശ്വസ്തത പാലിക്കുക, ഭാര്യയെ വിശ്വസിക്കുക, ഭാര്യയും ഭർത്താവും തമ്മിൽ ഐക്യമായിരിക്കുക, കടമകളും ഉത്തരവാദിത്വങ്ങളെല്ലാം അതത് സമയത്ത് നിവർത്തിച്ചു കൊടുക്കുക. ഇങ്ങനെയുള്ളതായ കുടുംബം അനുഗ്രഹിക്കപ്പെടും. ഇനി ഭാര്യയുടെ കർത്തവ്യം ചുരുക്കി പറയട്ടെ, ഭർത്താവിനെ അനുസരിക്കുക, ഭർത്താവിനെ ബഹുമാനിക്കുക. സാറ എന്ന മാതാവ് തൻ്റെ ഭർത്താവായ അബ്രഹാമിനെ യജമാനൻ എന്ന് വിളിച്ച് ബഹുമാനിച്ചെന്ന് ബൈബിൾ പറയുന്നു. ദൈവത്തിന് സ്തോത്രം. ഇനി ഭർത്താവിനോട് വിശ്വസ്തത പാലിക്കുക, ഭർത്താവിന് ഭാര്യ ഒരു കിരീടമായിരിക്കുക, ഭർത്താവിന് നന്മ ചെയ്യുക, പാതി വൃത്യം പരിരക്ഷിക്കുക, സൂക്ഷിക്കുക. ദൈവത്തിന് സ്തോത്രം. വീട്ടുകാരി നോക്കുക. ഇങ്ങനെയൊക്കെയുള്ള ഉത്തരവാദിത്വത്തോടെ ജീവിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെട്ടതായി തീരും. ഒരു വിഷയം കൂടെ പറഞ്ഞ് നിർത്തുവാൻ പോവുകയാണ്. വേദപുസ്തകത്തിൽ ഒരു കുടുംബത്തിലെ ഒരു ഭാര്യയെക്കുറിച്ചും ഭർത്താവിനെക്കുറിച്ചും പ്രകാരം പറയുന്നു. ലൂക്കോസിന് സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം നാം വായിക്കുമ്പോൾ അവിടെ ഒരു കുടുംബത്തെക്കുറിച്ച് പറഞ്ഞു. അവർ ഇരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരും ആയിരുന്നു. വായിച്ചാണ്. ഇരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരും കർത്താവിൻ്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരായി നടക്കുന്നവരും ആയിരുന്നു. പ്രധാനമായ ഒരു വിഷയമാണ്. ദൈവമക്കൾ കുടുംബജീവിതം ചെയ്യുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും അനുഗ്രഹം ലഭിക്കണമെങ്കിൽ, പിൻതലമുറകൾ ദൈവരാജ്യത്തിൽ കാണപ്പെടണമെങ്കിൽ, ഒന്നാമത് ഇരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരായിരിക്കണം. അതിൻ്റെ ഒരർത്ഥം ദൈവത്തെ സ്നേഹിക്കണം. രണ്ടാമത് ദൈവത്തെ ആരാധിക്കണം. മൂന്നാമത് ദൈവത്തെ മാനിക്കണം. നാലാമത് ദൈവത്തിന് ചെയ്യേണ്ട കടപ്പാടുകളും ദൈവത്തെ മാനിക്കേണ്ട വിധത്തിൽ ദൈവത്തെ മാനിച്ചാൽ ദൈവസന്നിധിയിൽ നീതിയുള്ളവരായിരിക്കും. ഒരു കുറ്റവും ആർക്കും നമ്മുടെ മേൽ ചുമത്തുവാൻ ഇടയാകില്ല. ഇങ്ങനെ ഒരു ജീവിതമാണ് ദൈവത്തിൻ്റെ സന്നിധിയിൽ കുടുംബജീവിതം ഏറ്റവും അനുഗ്രഹിക്കപ്പെടുന്നത്. ആകയാൽ ഇന്ന് വിവാഹിതരായി തീരുവാനായും പുതിയ കുടുംബമായി തീരുവാനായി വന്നിരിക്കുന്ന ഈ പ്രിയപ്പെട്ട ആശിഷും നിസിമോളും ഈ അനുഭവത്തിലേക്ക് വരുവാൻ ദൈവം സഹായിക്കട്ടെ. നമുക്കെല്ലാവർക്കും ചേർന്ന് അവർക്ക് വേണ്ടി ഈ വിഷയത്തിന് വേണ്ടി നാം പ്രാർത്ഥിക്കാം. ഇവിടെ വിവാഹ ജീവിതം ചെയ്യുന്ന പ്രിയപ്പെട്ടവരും ഈ സത്യപ്രകാരം ജീവിപ്പാൻ നിങ്ങളുടെ ജീവിതങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അടുത്തതായി ഈ വിവാഹത്തിൻ്റെ അതിപ്രധാനമായ ഒരു സമയമാണ്. എല്ലാവരും വളരെ പ്രാർത്ഥനയോടെ നിങ്ങളിവിടെ ആയിരിക്കണമെന്ന് ഓർപ്പിക്കുകയാണ്. നിങ്ങൾ രണ്ടുപേരും എഴുന്നേറ്റ് നിൽക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, വാക്കുണ്ടെനിക്കു തന്റെ നിനിക്കമില്ലതിനൊട്ടും ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. കർത്താവേ, പരിശുദ്ധനായ കർത്താവേ, ഇവർ രണ്ടുപേരെയും അങ്ങയുടെ കരുത്തിൽ തരുന്നു. ഈ ശുശ്രൂഷ കർത്താവ് അനുഗ്രഹിച്ച് ഇവരൊന്നാക്കി മാറ്റണമേ, യേശുവിൻ നാമത്തിൽ തന്നെ. ആശിഷായ ഞാൻ ഇസിമോളായി നിന്ന് ഇന്നു മുതൽ എൻ്റെ വിവാഹ ഭാര്യയെ സ്വീകരിക്കുന്നു.
ദുഃഖത്തിലും സുഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും കഷ്ടത്തിലും നഷ്ടത്തിലും ദൈവം നമ്മെ നടത്തുന്ന എല്ലാ പാതയിലും നിന്നെ മാത്രം സ്നേഹിച്ച് നിന്നോട് ചേർന്നിരുന്ന് നിനക്ക് ചെയ്യേണ്ട ശുശ്രൂഷകളെ ചെയ്യാമെന്നും എല്ലാ കടപ്പാടുകളും നിവർത്തിക്കാമെന്നും മരണത്താലല്ലാതെ നാം തമ്മിൽ വേർപിരിയില്ല എന്നും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ദൈവസഭയിൽ വെച്ച് ശ്രേഷ്ഠദൂതന്മാരെ സാക്ഷിയാക്കി എനിക്ക് ഉഭയസമ്മത ഉടമ്പടി ചെയ്യുന്നു. അങ്ങനെ തന്നെ ആയിരിക്കും. ഹല്ലേലൂയ ഹല്ലേലൂയ ആമേൻ. സ്തോത്രം 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 സ്തോത്രം. നിസ്സിമോളായ ഞാൻ ആശിഷായ അങ്ങേ ഇന്നു മുതൽ എൻ്റെ വിവാഹ ഭർത്താവായി സ്വീകരിച്ചുകൊള്ളുന്നു. സുഖത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും നഷ്ടത്തിലും കഷ്ടത്തിലും അങ്ങേ മാത്രം സ്നേഹിച്ച് അങ്ങയോട് ചേർന്നിരുന്ന് അങ്ങേക്ക് ചെയ്യേണ്ട കടപ്പാടുകളൊക്കെയും ചെയ്യാമെന്നും ചെയ്യേണ്ട ശുശ്രൂഷകളൊക്കെ ചെയ്യാമെന്നും ദൈവസഭയിൽ വെച്ച് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ശ്രേഷ്ഠദൂതന്മാരെ സാക്ഷിയാക്കി അങ്ങേക്ക് ഉഭയസമ്മത ഉടമ്പടി ചെയ്യുന്നു. അങ്ങനെ തന്നെ ആയിരിക്കും. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. സാക്ഷി നിൽക്കും നെന്മനമേ സർപ്പുരമേ കരാറിന് സാക്ഷി നിൽക്കും നെന്മനമേ സ്വർഗസ്ഥനി ദമ്പതികൾ കാശീർവാദം ഏകിടട്ടെ. സ്വർഗസ്ഥനി ദമ്പതികൾ കാശീർവാദം ഏകിടട്ടെ. മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 13 മുതൽ വാക്യങ്ങളിൽ നിന്ന് ഇങ്ങനെ നാം കാണുന്നു. പരീശന്മാർ അവൻ്റെ അടുക്കൽ വന്ന് ഏത് കാരണം ചൊല്ലിയും ഭാര്യ ഉപേക്ഷിക്കുന്ന വിഹിതമോ എന്ന് അവനെ പരീക്ഷിച്ച് ചോദിച്ചു. അതിന് അവൻ സൃഷ്ടിച്ചവൻ ആദിയിൽ അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു എന്നും അത് നിമിത്തം മനുഷ്യൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരുമെന്നും അരുളി ചെയ്തു എന്നും നിങ്ങൾ വായിച്ചിട്ടല്ലോ. അതുകൊണ്ട് അവർ മേലാൽ രണ്ടല്ല ഒരു ദേഹമത്രേ. ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത് എന്ന് ഉത്തരം പറഞ്ഞു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. ആമേൻ. പരിശുദ്ധനായ കർത്താവേ, ഈ മക്കളെ നിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്ന കർത്താവ്, നിൻ്റെ നാമത്തിൽ കർത്താവ് ഉഭയസമ്മത ഉടമ്പടിയാൽ കർത്താവ് ഒന്നാക്കി മാറ്റിയിരിക്കുക. സ്തോത്രം കർത്താവേ, സ്തോത്രം സ്തോത്രം സ്തോത്രം. കർത്താവിയുടെ ജീവിതകാലം മുഴുവനും അതായി ഒന്നായി ജീവിച്ച് കർത്താവിൻ്റെ ഹിതം അവരിൽ നിവർത്തിക്കപ്പെടുവാൻ തക്കവണ്ണം നിൻ്റെ നാമത്തിൽ കർത്താവേ, കർത്താവിൻ്റെ കരം കൊണ്ട് കർത്താവ് യോജിപ്പിച്ചിരിക്കാലും അടിയങ്ങൾ പ്രാർത്ഥിച്ച് കർത്താവേ സ്തോത്രം നിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവേ, യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ ഇവരെ കൂട്ടിച്ചേർക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഇവരെ കൂട്ടിച്ചേർക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കൂട്ടിച്ചേർത്തിരിക്കുന്നു. സ്വർഗം അംഗീകരിച്ചയാൾ സ്തോത്രം തിരുനാമത്തിൽപ്പെടുവാൻ സഹായിക്കും. യേശുവിൻ നാമത്തിൽ തന്നെ. ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർതിരിക്കരുത്. ഉണ്ടാകട്ടെ. ഒരു ചില സെക്കൻഡുകൾ കൂടെ കഴിഞ്ഞ ഇത് വേഗത്തിൽ അവസാനിപ്പിക്കുകയാണ് ഈ ശുശ്രൂഷ. ദൈവത്തിന് സ്തോത്രം. ഇവർ രണ്ടുപേരും ദൈവസന്നിധിയിൽ ഉഭയസമ്മത ഉടമ്പടി ചെയ്തതിനാലും ഇപ്പോൾ അല്പം കഴിയുമ്പോൾ വിവാഹ രജിസ്റ്ററിൽ ഇവർ സൈൻ ചെയ്യുന്നതിനാലും ആശിഷും നിശ്ചിമോളും ഇന്നു മുതൽ ഭാര്യ ഭർത്താക്കന്മാരായിരിക്കുമെന്ന് സഭയെ അറിയിച്ചുകൊള്ളുകയാണ്. ദൈവത്തിന് സ്തോത്രം. 1-2 വിഷയങ്ങളെ ഓർപ്പിച്ച് വേഗത്തിൽ നിർത്താം. എബ്രായ ലേഖനം
13-ാം അധ്യായത്തിൻ്റെ 4-5 വാക്യങ്ങൾ വായിക്കുമ്പോൾ വായിച്ചാട്ട് എബ്രായ ലേഖനം 13-ാം അധ്യായം 4-5 വാക്യങ്ങൾ. വിവാഹം എല്ലാവർക്കും മാന്യവും കിടക്ക നിർമ്മലവുമായിരിക്കട്ടെ. എന്നാൽ ദുർനടപ്പുകാരെയും വ്യഭിചാരികളെയും ദൈവം വിധിക്കും. നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹമില്ലാത്തതായിരിക്കട്ടെ. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവിൻ. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്ന് അവൻ തന്നെ അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. ഇവിടെ വിവാഹം എല്ലാവർക്കും മാന്യവും കിടക്ക നിർമ്മലവുമായിരിക്കട്ടെ. ഇതിൽ മറഞ്ഞിരിക്കുന്നതായ ഒരു സത്യമാണ് ഓർപ്പിക്കുന്നത്. കിടക്ക എന്ന് പറയുമ്പോൾ അത് വിശ്രമത്തെ കാണിക്കുകയാണ്. കുടുംബജീവിതം എന്ന് പറയുന്നത് ഒരു വിശ്രമമുള്ള ഒരു ജീവിതമാണ്. എല്ലാവർക്കും ദൈവത്തെ മാനിച്ച് എല്ലാവരാലും മാനിക്കപ്പെട്ട് നാം ജീവിച്ച് നിങ്ങളുടെ ജീവിതം എപ്പോഴും വിശ്രമത്തെ കാത്തുകൊള്ളുന്ന ഒരു ജീവിതമായി നാം കാണപ്പെടണം. വിശ്രമ ജീവിതം ഉള്ളതായി കാണപ്പെടണം. ദൈവത്തിന് സ്തോത്രം. അടുത്തതായി നാം വായിക്കുമ്പോൾ കുടുംബജീവിതത്തിൽ ദ്രവ്യാഗ്രഹം ഇല്ലാത്തതായിരിക്കട്ടെ. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവാൻ നമുക്ക് ഇടയായിത്തീരണം. അതാണ് നമ്മുടെ ജീവിതം ഏറ്റവും അനുഗ്രഹിക്കപ്പെടുന്നത്. ഏത് സാഹചര്യത്തിൽ ദൈവം നമ്മെ നടത്തിയാലും അത് മതി എന്ന സന്തോഷത്തിൽ ജീവിക്കണം. ഒരു പട്ടാളക്കാരനായ ഭർത്താവ് തൻ്റെ ഭാര്യയെ പട്ടാള ക്യാമ്പിൽ താമസിക്കാൻ കൊണ്ടുപോയി. അവിടെ വളരെ ചൂടേറിയ സ്ഥലമാണ്, വളരെ ഏകാന്തമായ സ്ഥലമാണ്. പകലെല്ലാം ഈ ഭാര്യ തന്നെ ഇരിക്കും. ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അവിടുത്തെ ചൂട് നിമിത്തം അവിടുത്തെ ജീവിതം അസഹ്യപ്പെട്ടു. ചിന്തിച്ചു, വീട്ടിലേക്ക് എഴുത്തയ്യാം, ഇവിടുത്തെ ജീവിതം എനിക്ക് പറ്റുന്നില്ല, ഞാൻ വീട്ടിലേക്ക് വരികയാണ്. പിതാവിന് എഴുത്തയച്ചു, പപ്പ ഞാൻ വീട്ടിലേക്ക് വരികയാണ്, എനിക്ക് പട്ടാള ജീവിതം പറ്റുന്നില്ല, ഇവിടെ വളരെ ബുദ്ധിമുട്ടാണ്, ഫോണൊന്നുമില്ലാത്ത കാലമാണ്. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ പിതാവിന് എഴുത്ത് കിട്ടി. പിതാവ് അതിനൊരു മറുപടി കൊടുത്തു. സുഖമായിരിക്കുന്നോ സന്തോഷമായിരിക്കുമോ എന്നൊന്നും ചോദിച്ചില്ല. പിതാവ് ഒരു വാചകം എഴുതി അയച്ചു. 2 പേർ കാരാഗ്രഹത്തിൻ്റെ അഴിക്കിടയിൽ കൂടി പുറത്തേക്ക് നോക്കി. അപ്പോൾ ഒരുവൻ തറയിലെ മണ്ണ് കണ്ട് മറ്റൊരുവൻ ആകാശത്തിലെ തെളിഞ്ഞു നിൽക്കുന്ന പ്രകാശിക്കുന്ന നക്ഷത്രങ്ങളെ കണ്ടു. ഈ 2 കാര്യം മാത്രമേ പിതാവ് മറുപടിയായിട്ട് അയച്ചുള്ളൂ, വേറൊന്നും പറഞ്ഞില്ല. അവളത് വായിച്ചിട്ട് ചിന്തിക്കാൻ തുടങ്ങി, എന്താണ് പപ്പ ഇങ്ങനെ എഴുതിയത്? അവളുടെ ബുദ്ധി പ്രകാശിച്ചു. 2 പേരും കാരാഗ്രഹത്തിൽ കിടന്നു. ഒരാൾ മേലോട്ട് നോക്കി നക്ഷത്രങ്ങളെ ശോഭ കണ്ടു, ഒരാൾ താഴേക്ക് നോക്കി ചെളിയും ദുർഗന്ധമൊക്കെ കണ്ട്. അപ്പോൾ അവളൊരു തീരുമാനമെടുത്തു, ഏതവസ്ഥയിലും ഉയരങ്ങളിലേക്ക് നോക്കിയാൽ ശോഭ കാണുവാൻ സാധിക്കും. ഏത് നിലവാരത്തിൽ ജീവിച്ചാലും കണ്ണ് ഉയരങ്ങളിലേക്ക് നോക്കുവാൻ നമുക്ക് കഴിയണം. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതം ഏറ്റവും അനുഗ്രഹിക്കപ്പെടും. ദൈവത്തിന് സ്തോത്രം. ഒരു ഗ്രന്ഥകാരൻ ഒരു വലിയൊരു പ്രബന്ധം എഴുതിയപ്പോൾ മറ്റൊരു പണ്ഡിതനോട് പറഞ്ഞു, ഇതിനൊരു പേരിടണം, നല്ല ആകർഷകമായ പേരായിരിക്കണം. താനതെല്ലാം വായിച്ച് നോക്കിയിട്ട് പേരിട്ടെന്നറിയാവോ? ഭൂമിയിലെ പർദീസ. ആകയാൽ പ്രിയപ്പെട്ടവരെ, ഭൂമിയിലെ പർദീസയാണ് കുടുംബജീവിതം. പക്ഷേ ആ കുടുംബജീവിതത്തിൽ ദൈവമുണ്ടായിരിക്കണം, ദൈവത്തിന് പ്രമാണമുണ്ടായിരിക്കണം, നീതി ഉണ്ടായിരിക്കണം, സത്യമുണ്ടായിരിക്കണം. ഇതൊക്കെ ഉണ്ടെങ്കിൽ കുടുംബം ഒരു പർദീസയാണ്. ദൈവത്തിന് സ്തോത്രം. ആകയാൽ ഇവരുടെ ജീവിതം ഈ നിലയിൽ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു വാക്യം കൊണ്ട് വായിക്കുന്നു. മലാഖിയുടെ പ്രവചനം 2-ാം അധ്യായം 15-ന്റെ 2-ാമത്തെ ഭാഗം നിങ്ങളുടെ ഉള്ളിൽ സൂക്ഷിച്ചുകൊള്ളുവീൻ. നിങ്ങളുടെ ഉള്ളിൽ സൂക്ഷിച്ചുകൊള്ളുവിൻ. തൻ്റെ യൗവനത്തിലെ ഭാര്യയോട് ആരും അവിശ്വസ്തത കാണിക്കരുത്. അപ്പോൾ അടുത്തൂടെ, ഞാൻ ഉപേക്ഷണം വെറുക്കുന്നു എന്ന് ഇസ്രായേലിന്റെ ദൈവമായ യഹോവ. നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്, യൗവനത്തെ ഭാര്യയോട് ആരും അവിശ്വസ്തത കാണിക്കരുത്. ഉപേക്ഷണ പത്രം ദൈവം വെറുക്കുന്നു. അപ്പോൾ ക്രിസ്തീയ സഭ വിവാഹമോചനം അനുവദിക്കുന്നില്ല. ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെയൊരു ആത്മീയ ജീവിതത്തിലേക്ക് നാം കടന്നു വരട്ടെ. 1 കൊരിന്ത്യർ 7-ാം അധ്യായം 1 മുതൽ
4 വരെയുള്ള വാക്യങ്ങളോട് വായിക്കാം. നിങ്ങൾ എഴുതി അയച്ച സംഗതികളെക്കുറിച്ച് എൻ്റെ അഭിപ്രായം എന്തെന്നാൽ, സ്ത്രീയെ തൊടാതിരിക്കുന്നത് മനുഷ്യന് നല്ലത്. എങ്കിലും ദുർനടപ്പ് നിമിത്തം ഓരോരുത്തരും സ്വന്തം ഭാര്യയും ഓരോരുത്തർക്ക് സ്വന്തം ഭർത്താവും ഉണ്ടായിരിക്കട്ടെ. ഭർത്താവ് ഭാര്യയ്ക്കും ഭാര്യ ഭർത്താവിനും കടപ്പെട്ടിരിക്കുന്നത് ചെയ്യട്ടെ. ഭാര്യയുടെ ശരീരത്തിന്മേൽ അവൾക്കല്ല, ഭർത്താവിനത്രേ അധികാരമുള്ളത്. അങ്ങനെ ഭർത്താവിൻ്റെ ശരീരത്തിന്മേൽ അവനല്ല, ഭാര്യയ്ക്കത്രേ അധികാരം. പ്രാർത്ഥനയ്ക്ക് അവസരമുണ്ടാവാൻ ഒരു സമയത്തേക്ക് പരസ്പര സമ്മതത്തോടെ അല്ലാതെ തമ്മിൽ വേർവിട്ടിരിക്കരുത്. നിങ്ങളുടെ അജിതേന്ദ്രിയ കുടുംബജീവിതത്തിൽ ദൈവം കൽപ്പിക്കുന്നതായ ചില പ്രമാണങ്ങളാണ്. ഇത് പാലിച്ച് ജീവിച്ചാൽ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടും, മാനിക്കപ്പെടും, ദൈവദേശത്തിൻ്റെ മഹത്വം പ്രാപിപ്പാൻ സാധിക്കും. ആകയാൽ ഈ പുതിയ കുടുംബത്തെ ദൈവം ഈ വിധത്തിൽ അനുഗ്രഹിക്കട്ടെ, കൂടപ്പെട്ട എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്ക് നിർത്തുകയാണ്. അടുത്തതായി ഒരു അനുഗ്രഹ സങ്കീർത്തനം വായിക്കുന്നു. 128-ാം സങ്കീർത്തനം. 128-ാം സങ്കീർത്തനം 1 മുതലുള്ള വാക്യങ്ങൾ. യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. നിൻ്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും. നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. നിൻ്റെ ഭാര്യ നിൻ്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും നിൻ്റെ മക്കൾ നിൻ്റെ മേശയ്ക്ക് ചുറ്റും ഒരു ഒലിവതൈകൾ പോലെയും ഇരിക്കും. യഹോവ ഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും. യഹോവ സിയോനിൽ നിന്നെ അനുഗ്രഹിക്കും. നിൻ്റെ ആയുഷ്കാലമൊക്കെയും നീ യെരൂശലേമിൻ്റെ നന്മയെ കാണും. നിൻ്റെ മക്കളുടെ മക്കളെയും നീ കാണും. ഇസ്രായേലിന്മേൽ സമാധാനം ഉണ്ടാകട്ടെ. ഇപ്പോൾ പുതിയ നവദമ്പതികളെ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്ന സമയമാണ്. എല്ലാവരും അല്പസമയം പ്രാർത്ഥനയിലിരിക്കും. സ്തോത്രം 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 സ്തോത്രം. കരുണ പിതാവേ, അവിടുത്തെ തിരുസലിലേക്ക് അടിയറാൻ ഞങ്ങളെ താഴ്ത്തി സമർപ്പിക്കുന്നു. അങ്ങേ മഹത്വപ്പെടുത്തുന്നു. ഈ ശുശ്രൂഷ ദൈവം നടത്തി വിടുന്ന സ്തോത്രം ചെയ്യും. അങ്ങയുടെ നാമത്തിലെ താവ്യ മകനെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ഗോത്രപിതാക്കളുടെ ദൈവമായ പിതാവാകുന്ന ദൈവമായ കർത്താവ് തന്നെ തവൻ്റെ മകൻ അനുഗ്രഹിക്കുന്നു. ഇബ്രാഹിമിൻ്റെ ഇസ്ഹാക്കിൻ്റെ യാക്കോബിൻ്റെ ദൈവം തവൻ ഞങ്ങളുടെ ദൈവമാകിയ സ്തോത്രം സ്തോത്രം സ്തോത്രം. അങ്ങയുടെ നാമത്തിലെ തവർക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളും ക്രിസ്തു യേശുവിൽ കൂടെ പരിശുദ്ധാത്മനാൽ എല്ലാ നല്ല ദാനങ്ങളും ചെയ്യും. തിരുനാമഹത്വമാക്കും. കൃപ ചെയ്യും. കൂടി എല്ലാവരും അനുഗ്രഹിക്കും. യേശുവിൻ നാമത്തിൽ തന്നെ. താവേ, സോദരമടിയങ്ങളങ്ങേ സ്തുതിക്കുന്നു. നിൻ്റെ മകളെ അനുഗ്രഹിക്കണമേ. പൂർവ്വ മാതാക്കന്മാരുടെ ദൈവമായി നിൻ്റെ മകളോട് കൂടിയിരുന്ന് സ്വർഗത്തിലെ സകലവിധമായ ആത്മീക അനുഗ്രഹങ്ങൾ നിൻ്റെ മകളുടെ മേൽ പകരേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ യഹോവ സിയോനിൽ നിന്ന് ഞാൻ അനുഗ്രഹിക്കട്ടെ എന്നുള്ള വചനപ്രകാരം നിൻ്റെ മകളെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ടവളായി തീരും. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ദൈവം അനുഗ്രഹിച്ചതിനായി നാം ചേർന്ന് സ്തോത്രം ചെയ്യാം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധ നിത്യനുമായ ഞങ്ങളുടെ കർത്താവേ, അങ്ങ് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ മനോഹരമായ അനുഗ്രഹിക്കപ്പെട്ടതായ പ്രത്യേക സമയത്തിനായി സ്തോത്രം. പ്രിയപ്പെട്ട ഞങ്ങൾക്ക് ഏവർക്കും കർത്താവേ, ഇവിടെ കടന്നു വരുവാൻ തക്കന് ആശിഷിൻ്റെയും നിസ്മോളിൻ്റെയും വിവാഹ ശുശ്രൂഷ പങ്കെടുത്ത ദൈവം ഒരു പുതിയ കുടുംബമായി അവർ മാറ്റിയതിനായി സ്തുതിക്കുന്നു. കർത്താവ്, നിൻ്റെ മക്കളുടെ ജീവിതം ഇന്ന് മുതൽ അനുഗ്രഹിക്കപ്പെടുവാൻ സഹായിക്കണമേ. മുപ്പിരിച്ചരട് വരെ അറ്റുപോകുകയില്ല എന്നതിൻ്റെ പ്രകാരം ഇവരുടെ ജീവിതത്തിൽ കർത്താവായ യേശു ദൈവമേ ഒരു ചരടായി കൂടിയിരുന്നവർ നിയന്ത്രിച്ച് പരിപാലിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. പൂർവ്വപിതാക്കളെ അനുഗ്രഹിച്ചതുപോലെ ഇന്നും അങ്ങനെ അനുഗ്രഹിക്കണേ. മാതാക്കളെ അനുഗ്രഹിച്ച പോലെ നിന്റെ മകനെ അനുഗ്രഹിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഇരു കുടുംബങ്ങൾക്കും ഇരു സഭയ്ക്കും നിന്റെ മക്കളുടെ ജീവിതം ഒന്ന് അനുഗ്രഹമായി തീരുവാൻ സഹായിക്കണമേ. കർത്താവേ, കുടുംബജീവിതത്തിൽ താൻ പാലിക്കേണ്ടതായ കടമകൾ, കർത്തവ്യങ്ങൾ, ഉപദേശങ്ങൾ, സത്യങ്ങളെല്ലാം പാലിച്ച് അങ്ങേ സ്നേഹിച്ച് അങ്ങേ പ്രസാദിപ്പിച്ച് കർത്താവിൻ്റെ മഹത്വമായ ജീവിതമായി തീരുവാനിടയാക്കണമേ. ഇരുവരും ദൈവത്തിൽ നീതിയുള്ളവരും കർത്താവിൻ്റെ കൽപ്പനച്ചട്ടത്തിൽ കുറ്റമില്ലാത്തവരുമായെന്നപോലെ അതിന് മക്കളായി കാണപ്പെടുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന സ്തോത്രം. ഇവിടെ ഈ വിവാഹത്തോട് ബന്ധപ്പെട്ട് കൂടിയുന്ന എല്ലാ ദൈവമക്കൾക്കായ സ്തോത്രം, എല്ലാ പ്രിയപ്പെട്ടവർക്കായ സ്തോത്രം, എല്ലാവരെയും അനുഗ്രഹിക്കുന്നതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഈ ഭൂമിയിൽ കാണപ്പെടുന്ന വിവാഹമൊക്കെയും താൽക്കാലികമാണ്. ഒരു നിത്യമായ വിവാഹം മധ്യാകാശത്തിലുണ്ട്. അത് കർത്താവായ യേശു മണവാളനായി വെളിപ്പെടുമ്പോൾ അങ്ങേ എതിരേൽപ്പാൻ തക്കണം ഈ കൂടപ്പെട്ട എല്ലാവരെയും നീ ഒരുക്കണമേ. അതിനായ ദൈവീയ സത്യങ്ങളും പരിശുദ്ധാത്മാവും ഓരോരുത്തരും വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നതിനായി പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. നിന്റെ മക്കളുടെ ജീവിതം അനുഗ്രഹമായി തീർന്ന് തേജസ്സിനെതിരെ കർത്താവിനെതിരേൽപ്പാൻ നീ സഹായിക്കണമേ. സർവ്വനന്മകളാൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ളതായ എല്ലാ കാര്യങ്ങളിലും ദൈവത്തിൻ്റെ സാന്നിധ്യവും സഹായം ഉണ്ടാകണമേ. ദൈവമഹത്വം വെളിപ്പെടുവാൻ സഹായിക്കണമേ. ദൈവങ്ങളെ സമർപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. നാം എടുത്ത് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും വിശേഷിച്ച പുതിയ കുടുംബ ബന്ധത്തിൽ ഏർപ്പെട്ട പ്രിയമക്കളോടും കൂടെ വന്ന എല്ലാവരോടും കർത്താവിൻ്റെ മഹത്വം വരെയും ഇരിക്കുമാറാകട്ടെ. ആമേൻ.
അടുത്തതായി വരനും വധുവും രണ്ട് സഭയിൽ നിന്ന് ഓരോ സാക്ഷികളും മുൻപോട്ട് വന്ന് വിവാഹ രജിസ്റ്ററിൽ സൈൻ ചെയ്യണം. എന്നേശു ഗുരുനാഥനെ ഇന്നീ നവദമ്പതികൾക്കാശിഷമേക സത്യവചനത്തെ ഇവരൊത്തു വിശ്വസിച്ചുകൊണ്ടിത്തരയിൽ ശുദ്ധാത്മാവിൽ ശുദ്ധതയിൽ മേവിടാൻ സത്യമായി നിന്നെ എന്നും ചിത്തയണഞ്ഞിടുവാൻ കർത്തനെ വധുവരർക്കാൾ പ്രാർത്ഥിച്ചിടുന്നേ. വാനം തുറന്നീ നേരം തന്നിൽ കാനാവിൻ കല്യാണത്തിൻ നാളിൽ ആശിഷമരുളിയോടൊത്തു ദൈവഭക്തിയായി പാർത്തലത്തിൽ ജീവിച്ചു നൽ സാക്ഷ്യമവർ പ്രാപിച്ചു. അതുപോലെയിൽ നീ ആശിൽ കാനാവി കല്യാണത്തിൻ നാളിൽ ആശിഷമരുളിയ എന്നേശു ഗുരുനാഥൻ മണവാളനെഴുന്നള്ളി തൻ്റെ കാന്തയെ വെളി കഴിച്ചിടുന്നൊരു നാൾ സമീപമാകയാൽ ഇമ്മുഹൂർത്തമായതിൻ്റെ സ്മാരകമായി കാട്ടിടും ദാസരെ നീ ആശീർവദിച്ചയച്ചിടുക. വാനം തുറന്നീ നേരം തന്നിൽ Tell me all the things you've done for love, all the things you've done for love. I'll hold tight to keep from cold. Tell you all the things I've done for love, all the things I've done for love. Darling, let's go walking down your favorite city street. Every little moment I feel myself sinking deep. For you, for you, for you. Darling, I'd do anything for you. A warm and heartfelt welcome to all our respected pastors,
sisters, elders, family members, and dear friends gathered here. Again, നമ്മൾ എല്ലാവരും ഇന്നിവിടെ കൂടിയിരിക്കുന്നത് നമ്മുടെ ബ്യൂട്ടിഫുൾ ബ്രൈഡ് ആൻഡ് ഗ്രൂം ആയ ആശിഷ് ആൻഡ് നിസ്മോളുടെ വെഡിങ് റിസപ്ഷനിലേക്കാണല്ലോ. So once again, I welcome each and everyone to this esteemed ceremony. Today marks an important milestone in the lives of Ashish and Nisi as they officially begin their journey towards a lifetime of togetherness. I would like to invite the lovely couple, Ashish and Nisi, to the stage. Let's give them a big round of applause. Ashish and Nisi, നമ്മുടെ ബ്രൈഡ് ആൻഡ് ഗ്രൂമിനെ അറിയാം, എന്നാൽ ഞാൻ ഒന്നും കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. Our groom, Ashish, he completed BCA and did a short course on software testing. Currently he is at Belgium. അവിടെ ലോജിസ്റ്റിക് കമ്പനിയിൽ ഓപ്പറേഷൻ ലീഡായി വർക്ക് ചെയ്യുന്നു. അടുത്തത് നമ്മുടെ ബ്രൈഡ് ആയിട്ടുള്ള ഡോക്ടർ നിസിമോൾ, ആൾ ഫാമിലി ഫ്രം ബാപ്പുജി കോളേജ് ദാവങ്കയിൽ കംപ്ലീറ്റ് ചെയ്താണ്. ഇപ്പൊ നിലവിൽ UK-യിൽ ഫാർമസിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. രണ്ടാൾക്കും നിറഞ്ഞ സന്തോഷത്തോടെ എല്ലാവരുടെ പേരിൽ ഞാൻ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇതിനാവശ്യമായ സന്ദർഭങ്ങളും സ്വർഗീയമായ ജ്ഞാനം പരിജ്ഞാനം വിവേകം നൽകണമേ. ദേശത്തിനും ജീവിതത്തിനും അനുഗ്രഹമാതൃകമായ ജീവിതം ചെയ്യുവാൻ അവിടുന്ന് സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നമ്മളായ ദൈവത്തിന്റെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ ഒരു അനുഗ്രഹിക്കുന്നു. എല്ലാ നമ്മളായ ദൈവങ്ങൾക്കും യേശുവിന്റെ നാമത്തിൽ Lord, we go about our shame and love the Jesus. വിവാഹം എന്നത് രണ്ട് ഹൃദയങ്ങളുടെ ഒത്തുചേരൽ മാത്രമല്ല, രണ്ട് കുടുംബങ്ങളുടെ ഒന്നുചേരൽ കൂടെയാണ്. അതുകൊണ്ട് തന്നെ ആശിഷിന്റെയും നിസിമോളുടെയും കുടുംബാംഗങ്ങളില്ലാതെ ഈ വേദി കംപ്ലീറ്റ് ആവില്ല. നമ്മുടെ വളരെ സ്നേഹത്തോടെ നിറഞ്ഞ കൈകളോടെ ആശിഷിനെയും നിസിമോളിനെയും പേരൻസിനെ നമുക്ക് വേദിയിലേക്ക് ക്ഷണിക്കാം. KSRTC വർക്ക് ചെയ്യുന്നു. ആൻഡ് അമ്മ മിസ്സിസ് ആലീസ് EV ടീച്ചറാണ്. ആശിഷിന് ഒരു ബ്രദറും ഒരു സിസ്റ്ററും ആണുള്ളത്. ആകാശ് ആൻഡ് അക്സ. ആകാശ് വെബ്സൈറ്റ് ഡെവലപ്പറായി വർക്ക് ചെയ്യുന്നു. ആൻഡ് അക്സ 4th year BSc നഴ്സിംഗ് പഠിക്കുന്നു. അതുപോലെ തന്നെ നിസിമോളുടെ ഫാദർ മിസ്റ്റർ ഉമ്മച്ചൻ TM ബിൽഡിംഗ് കൺസ്ട്രക്ടർ കോൺട്രാക്ടറായി വർക്ക് ചെയ്യുന്നു. ആൻഡ് നിസിമോളുടെ അമ്മ മിസ്സസ് ജാൻസി ഉമ്മച്ചൻ ഹൗസ് വൈഫ് ആണ്. നിശ്ചയിച്ചിക്ക് ഒരു ബ്രദർ ആണുള്ളത്, നിബിൻ. നമ്മുടെ ഉണ്ണിക്കുട്ടൻ ആർക്കിടെക്ചർ കംപ്ലീറ്റ് ചെയ്തു. ഇപ്പൊ ആർക്കിടെക്ചറായി എറണാകുളത്ത് വർക്ക് ചെയ്യുന്നു. ദൈവത്തിന്റെ കരം ഇതുവരെ നടത്തി ഞങ്ങളെ കൊണ്ടുപോകുന്നു. ഈ വിവാഹ ശുശ്രൂഷയിലും പങ്കെടുപ്പാൻ എറണാകുളത്ത് നിന്ന് കടന്നു വന്ന ദൈവത്തെ സ്തുതിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ ഇടയാക്കിയതിനായി ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് സമ്മാനം കൊടുക്കുന്നതിനായി തിരുവല്ലയിലെ സ്വാഗതം ചെയ്യുന്നു. അതിനോടൊപ്പം തന്നെ തിരുവല്ലയിൽ നിന്നും വന്നിട്ടുള്ള തമ്പിച്ചായൻ ആശംസകൾ അറിയിക്കാനായി സ്വാഗതം ചെയ്യുന്നു. ഈ സുവർണാവസരത്തിൽ കുഞ്ഞുങ്ങളോട് ചേർന്ന് അല്പസമയമായിരിക്കാൻ ദൈവം സഹായിച്ചതിനായ സ്തോത്രം. പ്രിയ ഉമ്മച്ചും ബ്രദറും ഞങ്ങളുമായിട്ടുള്ള ബന്ധം അഭേദ്യമായിട്ടുള്ള ബന്ധമാണ്. സുവിശേഷ പ്രവർത്തനം ഞങ്ങൾ ദീർഘകാലമായി ചെയ്തുകൊണ്ടിരിക്കുന്നു. രാജബ്രദർ പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ ലീഡർഷിപ്പിൽ ഞങ്ങളെ ഈ പറഞ്ഞ ഏരിയയിലൊക്കെയും സുവിശേഷ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നു. മോളുടെ വിവാഹമൊക്കെ കാര്യമൊക്കെ അറിഞ്ഞിരുന്നു, അതിനുവേണ്ടി പ്രാർത്ഥിച്ചൊക്കെ ഏതായാലും ദൈവം സംഘത്തിലെ അനുഗ്രഹമാക്കി തീർത്തതിനായ സ്തോത്രം. പ്രിയ നിശ്ചയമായും മനുഷ്യനെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. അവിടെ കുടുംബജീവിതം ഏറ്റവും ധന്യമായി തീരുവാൻ ദൈവം സഹായിക്കട്ടെ. ആലോചന വലിയ പ്രതിശക്തിമാനായ ദൈവം സകലവും ഭാരപ്പെട്ട് നടത്തിയതിനായ സ്തോത്രം. അവരുടെ കുടുംബജീവിതം ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ പ്രാർത്ഥിക്കുന്നു. ഇരു കുടുംബങ്ങളെയും മാതാപിതാക്കന്മാരെ ശാലങ്ങളെല്ലാവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിക്കട്ടെ. മാത്രമല്ല ഇന്ന് വിവാഹത്തെ സംബന്ധിച്ച എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കും.
വേഗം തന്നെ കർത്താവിനായി ഒരുക്കുകയും ചെയ്യട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു. Hold on tonight, I'll follow you into the moonlight. Fear that makes me strong, I believe. To last the endless storm, and then to live to see the sunlight. Persistence to prevail, I believe. ആഷിഖ് വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹാശംസകൾ അറിയിക്കുന്നു. ഇവിടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഒത്തുകൂടിയിരിക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കും പ്രിയ ഈ കുടുംബത്തിൻ്റെ പേരുള്ള സ്നേഹ അഭിവാദനങ്ങൾ അറിയിക്കുന്നു. ഞങ്ങളെ പ്രിയപ്പെട്ട ഉമ്മച്ചമ്പതിനെ സംബന്ധിച്ച് ഞങ്ങൾ ക്രിസ്തുവിൽ ഒന്നായി തീർന്ന സഹോദരന്മാരാണ്. അതുകൊണ്ട് തന്നെ ഈ വിവാഹത്തിൽ സംബന്ധിക്കുവാൻ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. തീർച്ചയായും വേഗം വരുന്നവനായ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ആ ഒരു കല്യാണത്തിനായി ഞങ്ങളും കാത്തു നിൽക്കുന്നു. ആ മണവാട്ടി സഭയിൽ ചേർക്കുവാൻ കർത്താവ് വേഗം വരുന്നു. അതിനായി ഞങ്ങൾ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. അത് വേഗം വരുന്ന പ്രതീക്ഷയോടെ ഒരിക്കൽ കൂടി നവവധൂവരന്മാർക്ക് ആശംസ അർപ്പിച്ചുകൊണ്ട് ഓൾ ദി ബെസ്റ്റ്. ദൈവം നിശ്ചയിച്ച പദ്ധതികളുടെ ഭാഗമായി ഇന്ന് സഭാ സംവിധാനത്തിൻ്റെ ഭാഗത്തിൽ വിവാഹമെന്ന കൂദാശയിലൂടെ ഒരുമിച്ച പ്രിയപ്പെട്ട നിസിമോൻ, ആശിഷ് മോൻ, ബഹുമാനരായ ഇരു കുടുംബങ്ങളുടെയും മാതാപിതാക്കന്മാരെ, ഈ വിവാഹ ചടങ്ങുകളെ ധന്യമാക്കാൻ എത്തിച്ചേർന്നിട്ടുള്ള ബഹുമാന്യരെ, ധന്യമായ ഈ ദൈവിക മുഹൂർത്തത്തിൽ സാക്ഷികളാകാൻ കഴിഞ്ഞതിനെ ഓർത്ത് നന്ദി പറയുന്നു. വർഷങ്ങൾക്ക് മുമ്പ് പ്രിയപ്പെട്ട ഉമ്മദൻ ചേട്ടനുമായി ബന്ധപ്പെട്ട് ആ കുടുംബവുമായി ബന്ധപ്പെട്ട് പരിചയമുണ്ടായ കാലം മുതൽ അദ്ദേഹത്തിൻ്റെ വചന ശുശ്രൂഷയിലെ അതേ രൂപത്തിലുള്ള ജീവിത പ്രക്രിയയുടെ ഭാഗമായി ഞങ്ങളുമായി ബന്ധപ്പെടുവാനും ഒരുമിച്ച് സ്നേഹവാത്സല്യങ്ങൾ പങ്കുവെക്കാനും ഇടയായിട്ടുണ്ട്. ആ ധന്യമായ നിമിഷങ്ങൾ, ഈ വർഷങ്ങളുടെ നിമിഷങ്ങളെല്ലാം ഓർക്കുന്നു. ഈ രണ്ട് വധുവരന്മാർക്കും ഈശ്വരൻ ഏറ്റവും നല്ല ജീവിത അനുഗ്രഹങ്ങൾ കൊടുക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഒപ്പം ആദ്യം അനുഗ്രഹിച്ചതുപോലെ വിജ്ഞാനവും വിവേകവും ഇവരുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ വലിയ കൃപകൾ ഈ മക്കളുടെ മേൽ ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു.
that I want to. If it leads me here to you. Home, where my heart is full. Oh, where I don't feel away or cold. I see the color through their eyes. Joy of little things in life. I can't fight up in the sky. Joy of little things in life. Wonder why it all feels right. Waking up to tea in my bed. Wonder why no troubles inside. Everything's at ease instead. Wonder why time can fly, no matter how long it be. Wonder why we're in paradise, no other place so happy. I see the color through their eyes. Joy of little things in life. I can't fight up in the sky. The joy of little things in life. Wonder why it all feels right. Waking up to tea in my bed. Wonder why no troubles inside. Everything's at ease instead. Wonder why time can fly, no matter how long it be. Wonder why we're in paradise, no other place so happy. I need another paradise. Cause 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 I need another paradise.
I've seen the stars on the ocean, and fields of grass beneath the blue. I've heard the songs of summer singing, like a humming hymn of June. There's always something around the corner, something more to be found. I'm sure the coast of California are beautiful right now. And New York sky shines so bright, but to tell you the truth, honey, I just wanna come home to you. Somewhere far the birds are flying, someplace there on feathered wings. 100 worlds I could get lost in, where you are is where I wanna be. There's always something around the corner, something more to be found. And I'm sure the coasts of California are beautiful right now. And New York sky shines so bright, but to tell you the truth, honey, I just wanna come home to you. Honey, I just wanna come home to you. Honey, I just wanna come home to you. You were the one that I found. Sola vanda solitepo. Why didn't you tell me enough? Sola vanda solitepo. I ponder in closure. Remember the world that is out there for me to find. Let me go passing by. Let me go, come back in time.